മത്തായി 24:3-4-5 ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ തീ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു. അങ്ങനെ ഇസ്രായേലിനെ കാണുമ്പോൾ ഒരു അന്തിമ യുദ്ധവും എതിർ ക്രിസ്തുവും. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി ഒരേകലോക ഭരണം വരും. 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം, പുള്ളി ഗ്രീസും, കാൽ കരടി ഇറാനും, വായ്മുഖം സിംഹവും. ഒരേകലോക ഭരണം ലോകത്തിൽ വരുമെന്ന് WW വെളിപ്പാട് 13 നിലക്കടന്നു. അതിനോടനുബന്ധിച്ച് ഈ മൃഗത്തെ ആര് കാണും? വെളിപ്പാട് 17:8-9 ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ മൃഗത്തെ കാണുമെന്ന് ഇന്നലെ രാത്രി പറഞ്ഞു. അങ്ങനെ സകല മൊബൈലിലും ക്യാമറ വന്നു. 4G കഴിഞ്ഞ് 5Gയിലേക്കും. അവരുടെ രാജ്യം അവസാന ദിനങ്ങളിൽ ദാനിയേൽ കണ്ട ദർശനത്തിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരും. 3 കൊമ്പുകൾ വേരോടെ പുറഞ്ഞുപോയി. ആ 10 കൊമ്പാകുന്ന യൂറോപ്പിൽ നിന്ന് വരുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ആ ചെറിയ കൊമ്പ് മനുഷ്യനെ കണ്ണുകൊണ്ട് കാണും. അവൻ്റെ കണ്ണ് മനുഷ്യനെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. അതുപോലെ അവൻ ലോകത്തോട് സംസാരിക്കുന്നില്ല. ഗൂഗിൾ ഇസ്രായേലിൻ്റെ താഴ്വരയിൽ ഇന്ന് റെഡിയായിക്കൊണ്ടിരിക്കുന്ന വേൾഡ് വോയിസ് ട്രാൻസ്ലേറ്റർ എല്ലാം പറഞ്ഞു. അതിനാസ്പദമായി ജോയ്സ് മേയർ എന്ന സഹോദരി ഇവിടെ വന്നിട്ടില്ല. അവരുടെ പ്രഭാഷണം ഇന്ന് ഇംഗ്ലീഷല്ല, മലയാളത്തിൽ ടെലിവിഷനിലായി കൺവേർട്ട് ചെയ്യുന്നു മനുഷ്യൻ്റെ ഭാഷ. സാത്താൻ ലോകത്തോട് സംസാരിക്കുന്ന കാലം വിദൂരമല്ല. ഗൂഗിൾ തുടങ്ങിയെങ്കിൽ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയുടെ ടെക്നോളജി മെഗിദോ താഴ്വരയിലെത്തി അവൻ്റെ സംസാരം മുഴങ്ങുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മഹത്വമാർന്ന ഗംഭീരനാഥം മധ്യാകാശത്തിൽ മുഴങ്ങുമെന്ന് ഇന്നലെ രാത്രി. അതിനുശേഷം മത്തായി 7:13-14 ഇന്നത്തെ വാതിൽ, മനുഷ്യൻ്റെ വാതിൽ നാശത്തിലേക്ക്, മദ്യപാനം, കൊലപാതകം, പിടിച്ചുപറി, കവർച്ച, ഇതെല്ലാം നിന്നെ കൊണ്ടെത്തിക്കുന്നത് നാശത്തിൻ്റെ വാതിലേക്ക്. എന്നാൽ ഇന്നലെ രാത്രി നിത്യജീവൻ്റെ വഴി ഒന്ന് മാത്രമേ ഉള്ളെന്ന് നിങ്ങൾ കേട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന രക്ഷയാ നിത്യജീവൻ്റെ വഴി. അതാണ് മത്തായി പറഞ്ഞത്, ഇടുക്കുവാതിൽ കൂടി കടക്കുക. കടക്കാൻ ഇച്ചിരി പ്രയാസമാ, കണ്ടെത്തുന്നവർ ചുരുക്കം. 99 ആടിനെ വിട്ടിട്ട് കാണാതെ പോയ ഒരാട്ടിൻകുട്ടിയെ തേടി നല്ല ഇടയൻ വന്നതുപോലെ നിന്റെ പാപത്തെ വിട്ട് കാണാതെ പോയതിനെ തെരഞ്ഞു ചേർക്കുവാൻ എൻ്റെ യേശു ഭൂതലത്തിൽ വന്ന് മടങ്ങി വരുന്നവനെ അവൻ മാറോട് ചേർക്കുമെന്ന് ഇന്നലെ രാത്രി ധൂർത്തുപുത്രൻ്റെ കഥ പറയുമ്പോൾ നമ്മുടെ പ്രഭാഷണങ്ങൾ അവസാനിച്ചു. എല്ലാവരും അത് ശ്രദ്ധയോടെ കേട്ടു. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി, ഇന്ന് രാത്രിയും കോവിഡ് സാധാരണ സംഭവമല്ല. ഇന്നലെ 2 മുന്നറിയിപ്പുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇന്ന് രാത്രിയും 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് കടക്കാം. കോവിഡാനന്തര ലോകം നിങ്ങൾക്കറിയാം. ഇന്നത്തെ ലോകം എവിടം വരെ എത്തി? പഴയ കാലത്ത് നിങ്ങൾക്കറിയാം, ഈ റൂട്ടിൽ ഏറ്റവും അധികം പ്രസംഗിച്ചത് എനിക്കറിയാം. മയിലക്കര മുതൽ കൊടപ്പനമൂടും വെള്ളറടയും രാവും പകലും പ്രസംഗിക്കുന്നത്. 10 മണി കഴിഞ്ഞാൽ യോഗം കഴിഞ്ഞ് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഒരു തടി കൊണ്ടുപോകുന്ന ലോറി മാത്രമേ കാണൂ. ഒരു ബൈക്ക് പോലും ഈ റൂട്ടിൽ കാണത്തില്ല. സ്തോത്രം, എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന സ്തോത്രം. പക്ഷേ ഇന്ന് രാത്രി വെള്ളറട തുടങ്ങി കൊടപ്പനമൂട് വഴി വാടിച്ചൽ വഴി നമ്മൾ മയിലക്കര കള്ളിക്കാടെത്തുമ്പോൾ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ അനവധി വാഹനങ്ങളാണ് ഇതിലെ പോകുന്നത്. മനുഷ്യനെവിടേക്ക് റോഡുകൾ മുഴുവൻ വാഹനങ്ങൾ നിരന്നുകൊണ്ടിരിക്കുന്നു. ആകാശത്തിൽ ഒരു നിമിഷം നോക്കിയാൽ എത്ര വിമാനങ്ങൾ! പഴയ തിരുവനന്തപുരം ഒരു കാലത്ത് രാത്രി 11 മണി മുതൽ 6 മണി വരെ ഈ തിരുവനന്തപുരത്ത് പഴയ എയർപോർട്ടിൽ പ്ലെയിനുള്ളൂ. 8-9 എണ്ണം വരും. 9 മണി കഴിഞ്ഞാൽ എല്ലാവരും സുഖമായിട്ട് ഉറക്കുക, പിന്നെ എല്ലാം കിടക്കുക. വൈകിട്ടേ പിന്നെ അനങ്ങത്തുള്ളൂ. സ്വോത്രം. ഇന്ന് 9 വിമാനം വരുന്ന തിരുവനന്തപുരത്ത് 2 എയർപോർട്ടുകളിൽ കൂടി കഴിഞ്ഞ ദിവസം ലിസ്റ്റ് പുറത്തു വന്നു. 450-ൽ പരം വിമാനം ഒരാഴ്ചയിൽ തിരുവനന്തപുരത്ത് നിന്ന്. രാവും പകലും വിമാനങ്ങൾ 2 എയർപോർട്ടിൽ കൂടി. അമേരിക്കയിലെ സുന്ദരമായ എയർപോർട്ട് ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം അറ്റ്ലാന്റ. അവിടെ 12 റൺവേയിൽ ഒരു ദിവസം 2000 വിമാനങ്ങൾ. തൊട്ടുപിറകെ ഇന്ത്യയുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്ന് ബോംബെ എയർപോർട്ടിൽ ഒരു ദിവസം 850 വിമാനം ബോംബെ എയർപോർട്ടിൽ നിന്ന്. ഒരു ദിനം 880 വിമാനം ബോംബെ എയർപോർട്ടിൽ നിന്ന്. അത് കഴിഞ്ഞാൽ ട്രെയിനുകൾ. പണ്ട് തമ്പാനൂരിൽ പോയാൽ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും. ആൾക്കാർ കട്ടനൊക്കെ കുടിക്കുമ്പോൾ പിന്നെ അവർ സഹോദരി വന്ന് പാളത്തിൽ വെള്ളമടിക്കും, ചെറുപ്പക്കാരൻ വന്ന് ജോയിൻറ്റിലെല്ലാം അടിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഒരു ട്രെയിൻ. ഇപ്പോൾ ഒരെണ്ണം പോകുമ്പോൾ കുഞ്ഞുങ്ങൾ പാടിയതെല്ലാം മറ്റവൻ സുഖമായി കിടക്കുക. കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. ഏതൊക്കെ കിടക്കുന്നു? വന്ദേ ഭാരത്, തുരന്തോ, ബുള്ളറ്റ് ട്രെയിൻ, ഇതെല്ലാം. അത് കഴിയുമ്പോൾ ഇന്നത്തെ ബസ്സുകൾ വളരെ വേഗതയിൽ പോകുന്ന 8 മണിക്കൂർ കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ അങ്ങേയറ്റമെത്തുന്ന മിന്നൽ ബസ്സുകൾ. അത് കേരളത്തിൽ മാത്രമല്ല. കഴിഞ്ഞ ദിവസം
ഞാൻ എൻ്റെ തൊട്ടപ്പുറത്ത് വെള്ളറട കടയാലുമൂട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഗ്രാമമായ കടയാലുമൂടിൽ നിന്ന് ചെന്നൈയിലേക്ക് നോൺ സ്റ്റോപ്പ് ബസ്, ചെന്നൈയിലേക്ക് 6 സ്റ്റോപ്പുകൾ മാത്രം. ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയുള്ള ബസ്സുകൾ ലോകത്തിൽ പെരുകുന്നു. ആകാശത്തിൽ വിമാനം, റോഡുകളിൽ വാഹനങ്ങൾ, അത് കഴിഞ്ഞ് ഏറ്റവും നിർണായകമായ സ്പീഡിൽ ബസ്സുകൾ, ട്രെയിൻ പാളത്തിൽ ട്രെയിനുകൾ കൂകിപ്പായുന്നു. ബൈബിളിനകത്തുണ്ടോ കോവിഡാനന്തര ലോകം ഇത് നടക്കും? നമ്മുടെ ബൈബിൾ നഖൂം പ്രവചനം 2:6-7 രഥങ്ങൾ തെരുക്കളിൽ ചടിചടേ ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെപ്പോലെ കുതിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. ഇതെല്ലാം അന്ത്യദിനങ്ങൾ ഉലകത്തിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സംഭവം ഇന്ന് രാത്രി കോവിഡിൻ്റെ മറവിൽ ഏത് ഗവൺമെൻറ് വന്നാലും കറൻസികൾ പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കറൻസിയോട് ഗവൺമെൻറ്റുകൾക്ക് താല്പര്യമില്ല. കോവിഡിൻ്റെ മറവിൽ 3 ആപ്ലിക്കേഷൻസ് വന്നു. അതിൻ്റെ പേരാ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം. അതിനോടനുബന്ധിച്ച് 2000 നോട്ട് നിരോധിച്ചു, 500 നിരോധിക്കാൻ പോകുന്നു. അടുത്തത് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ പറയുന്നു അടുത്ത പരിപാടിയും കൂടെ കൊണ്ടുവരാൻ പോകുന്നു. സ്വോത്രം, ബാങ്കിൽ പൈസ ക്യാഷായി ഡിപ്പോസിറ്റ് ചെയ്താൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നവരെ ഇന്ന് ഫൈനും മേടിക്കാൻ പോകുന്നു. സ്വോത്രം, അടുത്ത പരിപാടി. നിർമ്മലാ സീതാരാമൻ അടുത്ത ധനമന്ത്രി. അവർ പറയുന്നു 10,000-ൽ കൂടുതൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരുവൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ വീതം അക്കൗണ്ടിൽ നിന്ന് കട്ടാക്കാൻ പോകുന്നു. കാശ് അങ്ങോട്ട് ഇടുന്നതിന് പൈസ കൊടുക്കണമെന്ന് നല്ല കാലം. സ്വോത്രം, അതിൻ്റെ പരിപാടി വരാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് പറയുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഒരുവൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരുവൻ്റെ കയ്യിലേക്ക് പേപ്പർ കറൻസി കൊടുക്കാതെ ഏത് കമ്പ്യൂട്ടർ വഴിയോ ഇൻ്റർനെറ്റ് വഴിയോ ചെക്ക് വഴിയോ ട്രാൻസ്ഫർ ചെയ്യാം. ക്യാഷ്ലെസ് ഇന്ത്യ. അതുകൊണ്ട് പണമടയ്ക്കുന്നതിന് പൈസ അവർക്ക് അങ്ങോട്ട് സർവീസ് ചാർജ് കൊടുക്കണം. അങ്ങനെയെങ്കിൽ എന്നാൽ ഇതിൻ്റെ ഒരു തലവനായി ഇന്നൊരുവൻ വന്നു കഴിഞ്ഞു. അവൻ്റെ പേരാ ബിറ്റ് കോയിൻ. ഭയങ്കര പൈസ. അന്നിറങ്ങിയപ്പോൾ 2009 ഒരു ബിറ്റ് കോയിൻ 6,800 രൂപയ്ക്ക് തുടങ്ങിയത്. ഇന്ന് $50,000. ഒരു സംഖ്യ നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ കിട്ടിയാൽ അത് ഞെക്കിയാൽ എവിടത്തേക്കും പൈസ അയക്കാം. ലോകത്തിൽ എവിടത്തേക്കും വീട്ടിലിരുന്ന് കരം വെച്ച് കഴിഞ്ഞാൽ പൈസയൊക്കെ എത്തും. ഓൺലൈൻ ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞു. അത് കണ്ടപ്പോൾ നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നു 5 ലക്ഷം രൂപ ഇന്ത്യയിലും ട്രാൻസ്ഫർ ചെയ്യാം. അതിൻ്റെ പേര് ഏറ്റവും നിർണായകമായി E-Rupee. വീട്ടിൽ ഇവിടെ പൂഴനാട്ടിൽ നിന്ന് ഞെക്കിയാൽ സിറ്റി വരെ പോണ്ട നമ്പർ അടിച്ചാൽ 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ കയറി വരും. ഒരു നമ്പർ E-Rupee ആയി ഇന്ത്യയും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കോവിഡിൻ്റെ മറവിൽ കറൻസികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുവന്റെ കയ്യിലേക്ക് ഭരണം വരുവാൻ പോകുന്നു. ഏക ലോക ബാങ്കിങ് സംവിധാനം, ഓൺലൈൻ ട്രാൻസ്ഫർ. ബൈബിളിലുണ്ടോ? അവൻ വെളിപ്പെടുന്നതിന് മുമ്പ് 2 തെസ്സലോനിക്കർ 2:6-7 അധർമ്മത്തിന് മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. ഓൺ ഗോയിങ് പാനിക് സിറ്റുവേഷൻ. ലാസ്റ്റ് 3 and 4 years our paper currency is going to your pocket. 3 applications come to your mobile. That means Google Pay, Phone Pay, Paytm. എങ്കിൽ ഇതിന്റെ പിൻപിൽ ഒരു ഏകലോക കറൻസിയുമായി ഒരു ഭരണം ഉലകത്തിൽ വരാൻ പോകുന്നു. ബൈബിൾ പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നു. നാരകത്തിന് കൂടി ദൈവമക്കള് ഒരു രാത്രി കൂടി കോവിഡിന്റെ മറവിൽ കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ ഈ രാത്രി കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തന്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങുമെന്ന് രണ്ടാമത് രാത്രിയിലും വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി പറയും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. നാരകത്തിൻ കുടിയെ പൂഴനാടേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാൻ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിച്ചാട്ടെ. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. വെളിപ്പാട് 1-3 വാക്യങ്ങൾ വായിക്കാം മക്കളെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഈ കൺവെൻഷനിൽ ഞങ്ങൾക്ക് നാരകത്തിൻകുഴിയിലൂടെ നാട്ടുകാരോടും വീട്ടുകാരോടും പറയാനുള്ളത് സമയം അടുത്തിരിക്കുന്നു. ടൈം ഈസ് കം നൗ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. കണ്ണുകൾ ഒരു നിമിഷം മൂടാം. മഹത്വമാനായ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് അവന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് അല്പസമയം ആദരം തുറന്ന് ദൈവത്തെ ആരാധിക്കാം. എല്ലാ ദൈവമക്കളും ദൈവത്തെ സ്തുതിച്ചാട്ടെ.
മാറട്ടെ. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയൻ ഇന്ന് രാത്രി നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പരാജയത്തോടെ പോകരുത്. നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുവാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. അവന്റെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ മുടങ്ങുമ്പോൾ ഒരു ദൈവകരത്തിന്റെ വല്ലഭത്വം ഇവിടെ വെളിപ്പെടുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിന്റെ മരണനദി യോർദാന്റെ വക്കത്താരെങ്കിലും കാൽ ചവിട്ടിയാൽ അവൻ മരിച്ചു പോകും. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊടുക. ഇന്ന് രാത്രി മാതാവേ പിതാവേ മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു. അവന്റെ പേരാ യോശുവ. യോശുവയുടെ പ്രത്യേകത വലിയ ഡോക്ടറേറ്റും PhD കണ്ണമൂല സെമിനാരിയിലെ ബിരുദമൊന്നുമില്ല. ആകെ അവൻ ഉണ്ടായിരുന്ന മോശയ്ക്ക് കട്ടൻ ചായ ഒഴിച്ചു കൊടുത്ത ഒരു പരിചയം. സ്വർഗത്തോട് യോശുവ പറഞ്ഞു, അയ്യോ കർത്താവേ, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ ചൊവ്വാഴ്ച പറയണ സൈന്യത്താലല്ല ശക്തിയാലല്ല, എന്ന് രാത്രി അവന്റെ കൃപയുണ്ടെങ്കിൽ പാളയത്തെ മെതിച്ചെടുക്കുക. ഇന്ന് രാത്രി നിനക്ക് വേണ്ടത് ഡോക്ടറേറ്റ് അല്ല, PhD അല്ല, അവന്റെ ബലമുള്ള കൈകീഴിൽ താഴ്വയോടെ ഇരുന്ന ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് യോശുവയുടെ കരത്തിനകത്ത് സ്വർഗത്തിന്റെ അധികാരം കിട്ടിയതുപോലെ ഇന്ന് രാത്രി ചിലരെ ദൈവവചനത്തിന്റെ അധികാരത്തിന്റെ പടിയിലേക്ക് പരിശുദ്ധാത്മാവ് ഉയർത്തുന്ന രാത്രിയെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആടി എന്തെന്നറിയാതെ ആഴമെന്തെന്നറിയാതെ അധികാരത്തിന്റെ ഹല്ലേലൂയ കൃപയുമായി അവൻ 5 കാര്യം ചെയ്തു. ഒന്നൊരു കാര്യം പറഞ്ഞു, ദൈവമക്കളോട് വചനം പറഞ്ഞു. 2 അവൻ മുട്ടുമടക്കി. 3 ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. 4 ഒരു കാര്യം ചെയ്തു, നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. പാളയത്തിനകത്ത് കണ്ണുനീർ ഉയർന്നു. പ്രഭാതത്തിൽ ഒരു കൂട്ടം നിയമത്തിന്റെ പെട്ടകവുമായി പുരോഹിതന്മാർ യാത്രയായി തിരമാലകൾ ഉയരുന്ന യോർദാന്റെ കാൽക്കൽ അവർ കാൽ ചവിട്ടിയപ്പോൾ മഹാദൈവം അവരുടെ കണ്ണുനീരിന് വേണ്ടി ഒരു മറുപടി കൊടുത്തു. ഇന്ന് രാത്രി ഭാരത്തോടെ ഇരിക്കുന്ന അപ്പച്ച, വേദനയോടെ വന്ന അമ്മച്ചി, ഹൃദയത്തിന്റെ ദിനവുകൾ അറിയുന്ന സഹോദരി, നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി. തിരമാല നിനക്കെതിരെ ഉയർന്നാൽ, ആടിയുടെ ഭണ്ഡാരഗ്രഹങ്ങൾ നിന്നെ മൂടുവാൻ വിഴുങ്ങുവാൻ പദ്ധതി വെച്ചാൽ, ഇന്ന് രാത്രി വചനത്തിന്റെ പെട്ടകവുമായി നാരകത്തിന് കൂടി IPയുടെ കൺവെൻഷൻ നീ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് മറുപടി തരുവാ. തിരമാല പോലെ വന്ന് നിന്റെ കുടുംബത്തെ തകർത്ത് കുഞ്ഞുങ്ങളെ തകർക്കുന്നുകൊണ്ടിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളെ മാറ്റുവാ. ശന്തരാധിക ജാന ബൗഡാരഭ ശന്തുരെ പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാ. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവറിയിൽ തകർത്തുയർത്തുന്നിട്ട് യേശുവിന്റെ നാമം എന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾ നീ ഉയർത്തുമ്പോൾ നിനക്കെതിരെ പോരാടുന്ന തിരമാലകളെ മാറ്റുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്തിറങ്ങി വന്ന കരം ഈ ചൊവ്വാഴ്ച രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈ രാത്രി ഗ്രൗണ്ടിനകത്ത് നീ ആരാധിച്ച ഇസ്രായേൽ ജനം ഹല്ലേലൂയ പാളയത്തിനകത്ത് നിന്ന് പുറപ്പെട്ട് ഹല്ലേലൂയ മരണനദിയായ യോർദാന്റെ മുൻപിൽ വന്നു. എന്നാൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ദൈവം ഒരു കാര്യം ചെയ്തു. വെള്ളത്തെ തടഞ്ഞു നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നീ ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് അത്ഭുതം ചെയ്യുക. ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ പൂരനാട് ഒരു ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം, the power of the word of the God, the second day convention is coming. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്ക് വിടുതൽ തരുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്തിറങ്ങിയ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. കണ്ണുകൾ മൂടാനുള്ള യേശു സ്വാമി അങ്ങേ നമ്പിയും പിള്ളകൾ വന്നിരിക്കുന്നത് ആണ്ടവരിൻ വല്ലമായി പരിശുദ്ധ ആത്മാവൻ തൂവയാവി. இந்த കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് നാളും ഈ ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുക. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം ഈ രാത്രി പട്ടണത്തിൽ ചലിക്കുന്ന രാത്രിയാകട്ടെ. അങ്ങയുടെ ശബ്ദം അഗ്നിജാലകളെ പൊട്ടിക്കുന്നു. അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴുകുന്നു. കാദേശ് മരുഭൂമിനെ നടുക്കുന്ന ദൈവ ശബ്ദം ഇവിടെ മുഴങ്ങുമ്പോൾ ഇന്ന് രാത്രി മാൻപേടകളെ പ്രസവിക്കുമാറാകുന്ന ജീവന്റെ വചനം ഇവിടെ മുഴങ്ങുമ്പോൾ ലെബനോണിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, കുടുംബജീവിതം തകർന്നവർ യേശുവിനെ കാണുക. നാശത്തിന്റെ വക്കിലേക്കെന്ന് പിശാച് എഴുതി വെച്ച മന്ത്രവാദ കെട്ടുകൾ ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറുന്ന രാത്രിയായി മാറട്ടെ. ഈ കൺവെൻഷൻ മൂലം ചില കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. ചില ചെറുപ്പക്കാർ യേശുവിന് വേണ്ടി കരമുയർത്തേട്. ചില കുഞ്ഞുങ്ങൾ കർത്താവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. இந்த അരിമയാന കൂട്ടങ്ങളെ കർത്തർ കരങ്ങൾ തരുന്നു. ആണ്ടവരുടെ വല്ലമയുടെ കരം ഇന്ന് രാത്രി കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ഒരു വലിയ കള്ള കണ്ടു കെട്ടിയതുപോലെ ഇന്ന് രാത്രി ജനം മടങ്ങുക. പുഴവക്കത്തിരുന്ന ലുദിയായുടെ ചങ്കിനകത്ത് വചനം ഇറങ്ങിയപ്പോൾ അവൾ കരം ഉയർത്തിയതുപോലെ ശബ്ദ സീമയ്ക്കുള്ളിൽ ജീവന്റെ വചനം ഇറങ്ങുമ്പോൾ യേശു അപ്പച്ചന് വേണ്ടി ചില കരങ്ങൾ ഇന്ന് രാത്രി ഉയരുക. ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ശബ്ദം വെളിച്ചം പ്രകൃതി കടന്നു വന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവം കാക്കണം. പ്രിയ പിതാവേ, മഴ ദേശത്തിന് ആവശ്യമെങ്കിൽ 10 മണി വരെ ഒരു മഴയും ഉണ്ടാകരുത്. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. കൂട്ടങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കാക്കണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേര് ഇവിടെ വരരുത്. ഞങ്ങൾ
ഞങ്ങളുടെ നാമം ഉയർന്ന് ക്രൂശിൽ അവസാനത്തുള്ള രക്തവും ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത യേശു അപ്പച്ചൻ്റെ നാമം ഈ രാത്രിയും ഉയരട്ടെ. ഞാനോ ഉയർത്തപ്പെട്ട എങ്കിലേക്ക് അനേകം പേർ ആകർഷിക്കപ്പെടുന്നത് പോലെ ഒരു അന്ത്യകാലത്തിന്റെ ദൂത് പറയുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരുകൾ ചേർത്തപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളോടെ വിടുതലോടെ അയക്കോ. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി മകത്വം പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമൈ ഹല്ലേലൂയ ചൊല്ലാം. ഉത്സാഹത്തോടെ ഉണർവോടെ നിങ്ങളുടെ നല്ല സഹകരണത്തിന് നന്ദി. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധയോടെ നാം വായിച്ചത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഇന്റർനെറ്റ് യുഗവും മോഡി സാറിൻ്റെ 60ലേക്കും കടക്കാൻ പോകുന്നു. അതിനുവേണ്ടി അവസാനം നാം എത്തുന്നത് ഇന്നത്തെ പ്രഭാഷണം വട്ടിയൂർക്കാവിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ട ആര്യ, ദേവി, നവീൻ എന്തിനു വേണ്ടി അവർ മരിച്ചു, എവിടം വരെ എത്തി ലോകം, ബൈബിളും ഇന്റർനെറ്റ് യുഗവും. വിശുദ്ധ വെളിപ്പാട് പുസ്തകം യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട തേജസ്സിൽ അവൻ്റെ പൊൻകിരണങ്ങളെ തൊട്ടുവെക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട്. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത 5 തലങ്ങൾ. 1 സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷം. 2 അപ്പോസ്തല പ്രവൃത്തികൾ, സഭയുടെ ചരിത്രം. 3 തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ, രക്ഷയും മാനസാന്തരവും ശാനവും വേർപാടും വിശുദ്ധിയും പെരുമാനിരിക്കുന്ന നിത്യത. 4 ചെറിയ ലേഖനങ്ങൾ. അതിൻ്റെ പ്രത്യേകത സാധാരണ കാര്യമല്ല. വരാനിരിക്കുന്ന കാലം, എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, ഉപദേശത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ്റെ ന്യായവിധി. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബ്. യൂദ അവസാനം ഇങ്ങനെ പറഞ്ഞ ആദം മുതൽ ഏഴമനെ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഞങ്ങളുടെ കൊയറുള്ള കുഞ്ഞുങ്ങൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നല്ലതുപോലെ ഒരു പാട്ടുപാടും. പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ. അങ്ങനെയെങ്കിൽ ഈ ലോകം അസ്തമിക്കും. ഇപ്പോൾ കോവിഡ് നമ്മളെ ഒരു പരുവമാക്കി. ഇപ്പോൾ ഒരു ലോകത്തിലെ ശാസ്ത്രകാരന്മാർ, അതിൻ്റെ പ്രത്യേകതയായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ തലവൻ ബിൽ ഗേറ്റ്സ് പറയുന്നു, ഒരു മഹാവൈറസ് വരാൻ പോകുന്നു. ഞാൻ പോലും വായിച്ച് ഞെട്ടിപ്പോയി. കാലങ്ങൾക്ക് മുമ്പ് ഡിനോസർ എന്ന് പറയുന്ന ജീവി, അത് മരിച്ച് അതിൻ്റെ ശവശരീരം ഭൂമിക്കടിയിലുണ്ടെന്ന്. വൻ ഭൂകമ്പം ഉണ്ടായാൽ അതിനകത്തുനിന്നൊരു വൈറസ് ഇറങ്ങാൻ സാധ്യതയെന്ന് ശാസ്ത്രലോകം പേടിച്ചു പോകുന്ന എക്സ് വൈറസ്. അങ്ങനെയെങ്കിൽ കോവിഡിനേക്കാളും വലുത് ലോകമെന്ത്? പക്ഷിപ്പനി ലോകത്തിൽ പടരുന്നു, പലരും മരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഉപദേശിമാരാകുന്ന ഞങ്ങൾ വചനം വിട്ട് ചലിക്ക്. നിങ്ങൾ ദൈവസഭയിലും പരത്തിൽ അടഞ്ഞു കിടക്ക്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് യൂദ പറഞ്ഞ് ഇതിലൊന്നും വീണു പോകരുത്. വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോട് നിത്യതയിലെത്തിക്കുന്ന നാഥൻ്റെ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ അവസാനം ലോകത്തിൽ കാറ്റ് വന്നാലും പ്രതിസന്ധി വന്നാലും ഒരു കാര്യം പറയും, ആമീൻ, കർത്താവായ യേശുവേ വരേണമേ. നമ്മുടെ ദൈവസഭയുടെ പ്രത്യാശ. അതുകൊണ്ട് വെളിപ്പാട് 22:12 ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ പൂഴനാട് അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ കള്ളിക്കാട് കള്ളു കുടിക്കട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ മുട്ടുമടക്കി രാവും പകലും പ്രാർത്ഥിച്ചാട്ടെ, സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. AD 30 കാൽവരിയിലെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരമയാഗമായി. അതിൻ്റെ പ്രത്യേകത, മാനവകുലത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ കാൽവറിയിൽ പരമയാഗം. അതിനുശേഷം റോമിൻ്റെ ഭരണാധികാരികൾ പടപട ശിക്ഷാവിധികൾ കൊടുക്കുന്നു. പലരും പറയും നല്ലതാ വചനമെടുത്തല്ല. ആ കാലഘട്ടത്തിൽ കിട്ടിയ ശിക്ഷാവിധികൾ. AD 37 വല്ലാത്തൊരു സംഭവം ഉണ്ടായി. അതിൻ്റെ പേരായിരുന്നു ഭക്തനായ സ്തേഫാനോസ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ ഒരുവനുണ്ട്, ശൗൽ. ബെന്യാമിൻ ഗോത്രക്കാരൻ, കീശയ്ക്കകത്ത് കാശുള്ളവൻ, സന്നദ്ധി പത്രത്തിൻ്റെ സംഘവുമായി വന്ന് പാവപ്പെട്ട സ്തേഫാനോസിനെ പടപട കല്ലെറിഞ്ഞു. അവൻ താഴേക്ക് വീണു. താഴെ വീണപ്പോൾ അവന് പിടികിട്ടി, കല്ലേറ് കൊണ്ട് ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. അവൻ്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ ഒരു കാഴ്ച കണ്ട്, സ്വർഗം അവന് വേണ്ടി തുറന്നിരിക്കുന്ന കാഴ്ച. ഇന്ന് പകൽ അപ്പച്ച അമ്മച്ചി ഇവിടെ കല്ലേറ് മടിയും കിട്ടുമ്പോഴും നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. കണ്ടോ, ആ കല്ലേറ് മടിയും കിട്ടിയപ്പോൾ കണ്ണിൻ്റെ ദർപ്പണത്തിൽ കൂടി കാഴ്ച കൊടുത്തുകൊണ്ട് ആരോട് പറഞ്ഞു? സ്തേഫാനോസിനോട്. അവിടെ കിട്ടിയാലും കുഴപ്പമില്ല, ഇനി പോരാൻ പറഞ്ഞു. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ശൗലിനെ പറ്റി ആരും മിണ്ടത്തില്ല. എന്താ ശൗലിനെ പറ്റി മിണ്ടുന്നത്? രണ്ടാമത്തെ കാര്യമുണ്ട്. സ്വോത്രം. എന്താ ശൗലിൻ്റെ പ്രത്യേകത? അടുത്തവനെ കൊല്ലാൻ പദ്ധതി വെക്കും അനന്യാസിനെ കൊല്ലുവാൻ പദ്ധതി വെച്ചവൻ യാത്രയാകുന്നു. സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസിൽ നിന്നൊരു കുതിര. അന്നത്തെ കാലത്ത് ഇനോവയൊന്നുമില്ല. ചില ചെറുപ്പക്കാരെയും കൂട്ടി ടക്ക് അടിച്ചുകൊണ്ട് കയ്യിലൊരു രേഖയുണ്ട്, പരീക്ഷകൾ കൊടുത്തിരിക്കുന്ന രേഖ. അതിൻ്റെ പേര അനന്യാസിനെ കൊല്ലുക. ഇങ്ങനെ ശൗലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവൻ മേലിൽ നിന്നൊരു ടോർച്ചടി. അപ്പോൾ സ്വർഗത്തോട് ചോദിച്ച്, ശൗലെ നീ ഉപദ്രവിക്കുന്നത് ആര്? അങ്ങ് ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചതിന് മുമ്പേ ടോർച്ചടി ശൗലിന് വീണു. ശൗല് താഴെ വീണു പോയി. ഇതാ കിടക്കുന്ന ദിം തരികിടതോ. പൂടനാട്ട് അച്ചായന്മാരും ഇന്ന് രാത്രി 40 കുടിയിലെ ചേട്ടന്മാരും. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. കാശുണ്ടായാലും മൊബൈൽ ഉണ്ടായാലും പോലീസുകാരുണ്ടായാലും ഡോളർ ഉണ്ടായാലും കർത്താവിൻ്റെ ഒരടി കിട്ടിയ
കയറിയാൽ നീ താഴെ വീട്. സ്വോത്രം. ഇന്നത്തെ ശൗലുമാരാന്നേ പറയും ടോർച്ച് അടിച്ചതാ കേശവദാസപുരത്ത് ചൈതന്യെ കൊണ്ടുപോയി ലേസർ അടിച്ചാൽ ശരിയാവുന്നത്. അവിടെ പോയാൽ ശൗലിന് പിടികിട്ടി കാശ് പോകത്തേ ഇല്ല. സ്വോത്രം. അവനെ എല്ലാം കൂടെ എന്ത് ചെയ്തു? 108 ആംബുലൻസിലെടുത്ത് എവിടെ കൊണ്ടുപോയി? നേർവീതി തർശോഷുകാരനായ യൂദായുടെ വീട്ടിൽ കൊണ്ടുപോയി. അവയിപ്പോൾ അവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കണ്ടു, പട്ടപ്പകൽ മിന്നി വിളങ്ങുന്ന കുതിരയ്ക്കകത്ത് ഹല്ലേലൂയ അനന്യാസ് ഉപദേശിയെ അടിക്കാൻ വന്ന ശൗലിനെ അടിക്കാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. സ്വോത്രം. സകല നിഗളികളെയും വെട്ടിക്കളയുവാൻ ദൈവത്തിൻ്റെ കയ്യിൽ ടോർച്ചുണ്ട്. എന്താ സംഭവിച്ചതെന്നറിയാമോ? പുള്ളിക്കാരെ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കണ്ണുനീരും ഉപവാസവും കട്ടൻ വെള്ളം പോലും കുടിക്കുന്നില്ല. സ്വർഗത്തിൻ്റെ ക്യാമറ ഇവനെ കണ്ടു. അനന്യാസ് ഉപദേശിയോട് ദൈവം ഇടപെട്ടു. വാട്സപ്പിൽ കൂടി ദാണ്ട് നമ്മുടെ നിന്നെ കൈകാര്യം ചെയ്യാൻ വന്ന ദാണ്ട് ശൗൽ ഇപ്പം കണ്ണീരോടെ പ്രാർത്ഥിക്കുക. നേരെ ബൈക്കും എടുത്ത് അവിടെ ചെല്ലണം. അവൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ച് ചെതുമ്പൽ മാറ്റി അവന് കാഴ്ച കൊടുക്കണം. സ്വോത്രം. അനന്യാസ് ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരാ സ്വർഗത്തോട് പറഞ്ഞു, അവൻ നമ്മുടെ പള്ളിക്കെതിരെ പോസ്റ്റ് ഇട്ടവനാ, എനിക്കെതിരെ കമൻ്റ് എഴുതിയവനാ, കൺവെൻഷൻ നോട്ടീസിനെടുത്ത് കരിയായിൽ അടിച്ചുകൊണ്ട് പോയതാ, കള്ളിക്കാട് നിന്ന് 2 ഫ്ലക്സ് വെട്ടി അടുപ്പി തീ വിട്ടതിനാ, അതുകൊണ്ട് 1 വർഷം അവൻ കണ്ണിന് കാഴ്ചയില്ലാതിരിക്കട്ടെന്ന്. കണ്ടോ അനന്യാസ് പറഞ്ഞതാ. ആ സമയത്ത് സ്വർഗം പറഞ്ഞ് നീ പോകണം അനന്യാസ്. കൽപ്പന കേട്ട് നേരെ അനന്യാസ് നേർവീതിയിൽ തർശോഷുകാരനായ യൂദായുടെ വീട്ടിൽ പോയി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കാഴ്ചയില്ലാത്ത ശൗലിനെ ഒരു വിളിച്ച്, അതായി സ്നേഹം. ശൗലേ സഹോദര. 3 ദിവസം മുമ്പ് AK-47 വെടിവെക്കാമെന്നവനെ വിളിക്കുക, ശൗലേ സഹോദര. ഇതാ അച്ചായമ്മേ കാൽവറിയിലെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ? എന്താ സംഭവിച്ചത്? ശൗൽ അനന്യാസിന്റെ തലയിൽ കണ്ണുവെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു. കണ്ണീന്ന് പടപട ചെതുമ്പൽ പോയി കാഴ്ച കിട്ടി. അയ്യോ, ഇന്ന് നമ്മുടെ എവിടെങ്കിലും ഒരു രോഗിയുടെ കാഴ്ച കിട്ടിയാൽ 3 ചാനലുകാർ ചുറ്റും നിൽക്കും. സ്വോത്രം. 1 മെഡിക്കൽ റിപ്പോർട്ട് എപ്പോൾ ഇത് സംഭവിച്ചു, പവർ വിഷനും നിൽക്കും, മന്നായും നിൽക്കും, ഹാർവസ്റ്റും നിൽക്കും. പക്ഷേ അവിടെ ഇതൊന്നുമില്ലായിരുന്നു. കാഴ്ച കിട്ടിയവൻ ആരോട് ചോദിച്ചെന്നറിയാമോ? അനന്യാസിനോട് എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? അനുദപിക്കണം. അനുദപിച്ച നീ എന്ത് ചെയ്യണം? കലക്കവെള്ളത്തിൽ ചാടണം. സ്വോത്രം. അതിനുശേഷം എന്ത് ചെയ്യണം? തിരുമേശയിൽ പങ്കാളിയാകണം. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കരമുയർന്നവർക്കായി അവർക്ക് വേണ്ടി നിത്യത ഒരുക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. എത്ര ക്ലിയറ! കണ്ണ് തുറന്നവനോട് സത്യസുവിശേഷത്തിന്റെ അനന്യാസ് പറഞ്ഞു, മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചു. 14 ലേഖനങ്ങൾ എഴുതി. അത് ഞങ്ങളുടെ ഉപദേശിമാർ പ്രസംഗിക്കും, പിന്നെ ആരും പ്രസംഗിക്കത്തില്ല. അന്നത്തെ കാലത്ത് പൗലോസിന്റെ മരണം എങ്ങനെ? അവനെ യുദ്ധക്കുറ്റവാളിയായി റോമിന്റെ ഭരണാധികാരികൾ പിടിച്ചു. മർമാട്ടിൻ ഗുഹയ്ക്കകത്തിട്ടേക്ക് കാരാഗ്രഹം. ഒരു ശനിയാഴ്ച വൈകിട്ട് ഒരു പടയാളി വന്ന് കത്ത് കൊടുത്തു, നാളെ നിന്നെ എവിടെ കൊണ്ടുവരാൻ പോവുക? ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവരും. ദാണ്ട് ഇങ്ങനെ കഴുത്തിങ്ങനെ മുറിക്കുമെന്ന്, നമ്മുടെ പൂഴനാട് മില്ലിൽ തടിയിറക്കുന്നത് പോലെ. അവൻ അന്നേരം പേടിയില്ല മരണത്തെ. പക്ഷേ അവൻ ഒരു കാര്യമുള്ളൂ, അവൻ്റെ ശിഷ്യനായിട്ട് ഒരുത്തനുണ്ടായിരുന്നു. ലഘുലേഖൻ ട്രാക്റ്റും കൊടുക്കാൻ പോയിരിക്കുക. വെള്ളറുടെ പോയോ, മാർത്താണ്ഡ പോയോ, പാറശാല പോയോ, അന്ന് മൊബൈലൊന്നുമില്ല. ഈ കൊച്ചു പയ്യൻ വരുമ്പോൾ എന്നെ കാണത്തില്ല, അതിന് മറുപടി കൊടുക്കാൻ ഒന്നും ഒരു പരിഹാരമില്ല. അപ്പോൾ അവൻ നോക്കിയപ്പോൾ ചിരട്ടയ്ക്കകത്ത് വെള്ളം ഇരിപ്പുണ്ട്. ആ ജയിലിനകത്ത് ഒരു കരിക്കട്ട കിട്ടി. അതെടുത്ത് ഭിത്തിയിൽ എഴുതി വെച്ചു, ഈ പ്രിയ മകൻ തിമത്തിയോസ് വരുമ്പോൾ വായിക്കുവാൻ ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തിമത്തിയോസെ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലേൽ ഭാരപ്പെടേണ്ട, നീതിയുടെ കിരീടവുമായി കർത്താവ് നമുക്ക് വേണ്ടി മധ്യാകാശത്തിൽ വെളിപ്പെടും. സ്വോത്രം. ഇതൊക്കെയാ വചനം. പിറ്റേന്ന് ഈ പാവപ്പെട്ട പൗലോസിനെ അവിടെ കൊണ്ടുവന്നു. ഈ അറബ് രാജ്യങ്ങൾ തലയും കൈയും വെട്ടുന്നത് പോലെ ഓസ്ട്രേലിയ ചന്തയിൽ വെച്ച് പൗലോസിൻ്റെ കഴുത്ത് പടപടാറുത്തത്. ജോസീഫസ് എഴുതിയ കഴുത്ത് തെറിച്ചു വീഴുമ്പോൾ അവൻ്റെ നാവ് ചലിച്ചു. പ്രത്യാശയ ഭക്തന്മാരുടെ മരണത്തിൻ്റെ പ്രത്യേകത. ആ ഭാഗം അവസാനിക്കുന്നു. അതിനുശേഷം ഭരണാധികാരികൾ മാറി വന്നു. ഹേരോദാവും പീലാത്തോസും പടപട മാറി. അതിനുശേഷം വീണ്ടും അടുത്ത ആൾക്കാർ വന്നു. അവരുടെ പേരാണ് റോമാനഗരം ചുട്ടരിച്ച നീറോ, മറ്റൊരുത്തൻ്റെ പേര് വെസ്പേഷ്യൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരുത്തൻ വരുന്നു. അതിനുശേഷം ലൗദിയോസും ക്ലൗഡിയോസും, ഇവരെല്ലാം യെരുശലേം ദൈവാലയം തകർത്ത ടൈറ്റസ്, ഇവരെല്ലാം വരുന്നു. AD 90 കഴിഞ്ഞപ്പോൾ ഒരുവൻ വന്നു. അവൻ്റെ പേരായിരുന്നു ഡൊമേഷ്യൻ. ഡൊമേഷ്യൻ വന്നിട്ട് പടയാളികളോട് ചോദിച്ചു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യേശുവിനെ രക്ഷകനെന്ന് റോം പറയുന്നില്ല, തച്ചൻ്റെ മകൻ, ആശാരിയുടെ മകൻ്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പടയാളികൾ പറഞ്ഞ് എല്ലാവരെയും മിക്കവാറും കാലപുരി കഴിച്ചു, ഇനി ഒരുത്തനുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്തോത്രം, ഒരുവൻ മാത്രം കിടപ്പുണ്ടല്ലോ,
അവനെവിടെ കിടക്കുന്നു? പത്മോസിന്റെ ഏകാന്തയിലില്ല, എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായി അവൻ കിടപ്പുണ്ട്. യോഹന്നാൻ ഈ മരണമെല്ലാം തൻ്റെ മുൻപിൽ കാണുമ്പോൾ AD 64 യോഹന്നാൻ യാത്രയായി. എവിടത്തേക്കാ യാത്രയായത്? ഗ്രീസിന്റെ തലസ്ഥാനം ഏതൻസിനോട് അടുത്ത് ഒരു പട്ടണമുണ്ട് തുർക്കിയോട് ചേർന്ന് ഏഷ്യ മൈനർ. അവിടെ ആസിയയിലെ 7 സഭകൾ ഉണ്ടാക്കി. അവിടെയാ യോഹന്നാൻ കിടക്കുന്നത്. ഇപ്പൊ വയോധികനായി. പടയാളികൾ കൽപ്പന ഏറ്റുവാങ്ങി ഡൊമിഷൻ കൊടുത്തു. കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാൻ. പ്രഭാതത്തിൽ 5:30 മണിക്ക് മിന്നി വിളങ്ങുന്ന കുതിരയ്ക്കകത്ത് പടയാളികൾ പടപടായി എഫെസോസ് സഭയുടെ മുൻപിൽ ചെന്നു. വയോധികനായ അപ്പച്ചൻ രാവിലെ വചനം വായിക്കുക. അപ്പച്ചന്റെ കൈകാലുകളിൽ വിലങ്ങു വെച്ചു. പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് മരിക്കാൻ പോയി. അപ്പച്ചൻ ഞെട്ടിപ്പോയി. 90 കഴിഞ്ഞ് ഒരു കട്ടൻ കാപ്പി കുടിച്ചാൽ കൈ പറയ്ക്കുന്നു. സഭയിൽ ആരുമില്ല. ആ സമയത്ത് പറയാ, താങ്കളെ കൊണ്ടുപോവാ കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാള് കൊണ്ട് കീറിക്കൊല്ലുവാൻ. അപ്പച്ചനെ കുതിരയ്ക്കകത്ത് പിടിച്ചു. 12 പടയാളികൾ പടപടാ കാരാഗ്രഹത്തിൽ പോയി ബൈബിളും ചരിത്രവും. അവിടെ ഈ പിതാവിന്റെ കൈകാലുകൾ ബന്ധിച്ചു. ഒരു തടിയുടെ പ്രതലത്തിൽ കെട്ടിവെച്ചു. ചില നിമിഷങ്ങൾ കഴിഞ്ഞു. 6 മണിയായപ്പോൾ അവർ കൽപ്പന വായിച്ചു. 6:30 ക്യാൻസറിന് റേഡിയോതെറാപ്പി ചെയ്യുന്നതിന് മുമ്പിട്ട് മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്തു. 7 മണിയായപ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ ഒരു പടയാളി ഉണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു പെരിട്ടോണിയസ്. അവന്റെ കസിൻ ഒരുവനുണ്ട്. അവൻ ആ പലരുടെ ശരീരം കുത്തിമുറിക്കുന്നത്. ആ പടയാളി മൂർച്ചേറിയൊരു ആയുധവുമായി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? യോഹന്നാൻ അപ്പോസ്തലന്റെ ശരീരത്തിൽ പതിയെ കീറുവാൻ തുടങ്ങി. പെരുമ്പാമ്പ് പൊട്ടിപ്പിടിക്കുന്നവളെ ശരീരം മുട്ടിപ്പിടിച്ചു. ആയിരങ്ങളുടെ ശരീരത്തിനകത്ത് പച്ചയ്ക്ക് കത്തിവെച്ച് കീറിയ ഈ ഹല്ലേലൂയ പടയാളി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, അദ്ദേഹത്തിന്റെ അകത്ത് അസാമാന്യ ശക്തിയുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, കുഞ്ഞുങ്ങളെ, സാഹചര്യം നിനക്ക് പ്രതികൂലമാണ്, നിന്നെ രക്ഷിപ്പാൻ ആരുമില്ല. യോഹന്നാന്റെ ശരീരത്തിൽ കെട്ടുകളുണ്ട്, എന്നിട്ടും ശരീരം കീറിയിട്ടവൻ മരിച്ചില്ല. അപ്പച്ചാമ്മച്ചി, അതിന്റെ പിൻപിൽ ഒരു ചരിത്രമുണ്ട്. അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി മാതാവേ, പിതാവേ, ചെറുപ്പക്കാര, നിന്നെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞിനെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, കരം ഉയർത്തി പറയണ. ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയാലും, RCC നിനക്കെതിരെ റിപ്പോർട്ട് എഴുതിയാലും, നാരകത്തിൻ കൂടി ദൈവസഭയിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി നിന്റെ പോരയ്ക്കകത്തിറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അച്ചായ, ഇന്ന് രാത്രി പറ, ഹാർട്ട് അറ്റാക്ക് 4ആയി, ഇനി ബൈപ്പാസ് നടക്കത്തില്ല, കോവിഡ് ഭയങ്കര, ഷുഗർ ഹൈ, അനസ്തേഷ്യ കുത്തിയ ഡെഡ് ബോഡി എന്ന് നിംസുകാരൻ പറയും. എന്നാൽ ഇന്ന് രാത്രി പറയണം, എൻ്റെ ദൈവത്തെ ആരാധിക്കുക. ഞാൻ മുട്ടുമടക്കി എൻ്റെ സഭയ്ക്കകത്ത് പുൽപ്പായിൽ കരഞ്ഞപ്പോൾ, രാത്രിയിൽ ആരും അറിയാതെ തലകണയ്ക്കകത്ത് എൻ്റെ കണ്ണുനീര് വീണപ്പോൾ, എന്നോട് ദൈവം രഹസ്യമായി ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറവിൽ സംസാരിച്ചെങ്കിൽ, അതിൻ്റെ മറുപടി എൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി കരമുയർത്തി പറ, പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ മാറിപ്പോകൂ, കുന്നുകൾ എൻ്റെ മുൻപിൽ നീങ്ങിപ്പോകൂ. എന്നാൽ നാരകത്തിൻ കുടിയിൽ എന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ, something is happened in this moment, the precious moment, mighty presence of Holy Spirit surround. ഇന്ന് രാത്രി പറഞ്ഞ, ഏതൊക്കെ പ്രതികൂലം എനിക്കെതിരെ ആഞ്ഞടിച്ചാലും, ഏതൊക്കെ പ്രതിസന്ധി എനിക്കെതിരെ ആഞ്ഞടിച്ചാലും, അതിന്റെ നടുവിൽ നിന്ന് എന്നെ പൊന്നുപോലെ ഉയർത്തിക്കൊണ്ടുവരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ രാത്രി സാധാരണ പുസ്തകമല്ല ബൈബിൾ. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ബാലരമയിലെ കുട്ടിസനും മായാവിൻ ഡിങ്കലുമല്ല. ഇതിനകത്ത് 8000 പ്രോമിസാ ബൈബിളിനകത്തുള്ളത്. എന്താ പ്രോമിസുകളുടെ പ്രത്യേകത? പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല. എന്താ അതിൻ്റെ പ്രത്യേകത? ഈശായുടെ കുറ്റിയിൽ ഒരു മുള പൊട്ടി പുറപ്പെടും. എല്ലാവരും മനസ്സിലാക്കണം. 7 കഴിഞ്ഞാൽ 8ാമത് വരുന്ന അൺവാണ്ടഡ് ചൈൽഡ്. ഈശായ്ക്ക് 8ാമതൊരു മകനുണ്ട്. അവൻ്റെ പേര് ദാവീദ്. ദാവീദിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8ാമത്തവനൊന്നും വലിയ കാര്യമില്ല. ബൈബിളിനകത്ത് പഴയ നിയമത്തിൽ 7ന്റെ സംഖ്യ, സ്തോത്രം. അത് കഴിഞ്ഞിട്ട് അനുഗ്രഹം. പുതിയ നിയമത്തിൽ വരുമ്പോൾ 2 ഭാഗങ്ങൾ, വെളിപ്പാട് 7ന്റെ പുസ്തകം, എഫേസ്യ ലേഖനം 7ന്റെ പുസ്തകം, അതൊക്കെ അനുഗ്രഹം. 7 കഴിഞ്ഞിട്ട് വരുന്ന പാവപ്പെട്ട ദാവീദിനെ ലയോള സ്കൂളിലൊന്നും ചേർത്തില്ല. അവനെ അപ്പൻ കുറച്ച് നാൾ പൂടനാട് അംഗൻവാടി വിട്ടിട്ട് അവിടെ കൊണ്ടുപോയി. 6 കാണിയിൽ 10 കാണിയിലും അപ്പന് കുറേ സ്ഥലമുണ്ടായിരുന്നു, ഫാം. അവിടെ കുറച്ച് ആടും ഉണ്ടായിരുന്നു. അതിനെ മേയ്ക്കാൻ ഈ പാവപ്പെട്ടവനെ അവിടെ കൊണ്ടിട്ട്, സ്വോത്രം. ഇപ്പം ചർച്ചിലും മെമ്പർഷിപ്പില്ല, നാട്ടുകാരിലും മെമ്പർഷിപ്പില്ല. വീട്ടിൽ ആരെങ്കിലും അമ്മാമ്മ വന്നാൽ പറയും, ഞങ്ങൾക്ക് 7 മക്കളെ ഉള്ള, 8ാമൻ്റെ കാര്യം എല്ലാവരും മറന്നുപോയി. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാം? ഇവിടെ ഒരുവന്റെ കസേര പോയി. അവന്റെ പേരാ ശൗൽ. ശൗലിന്റെ കസേര പോയപ്പോൾ സ്വർഗം നോക്കി. ഈശായുടെ കൂറ്റിയിൽ 7 എണ്ണത്തിനെ നോക്കി, രക്ഷയില്ല. ശമൂവേലിനോട് പറഞ്ഞു, കുഞ്ഞെ, നീ ഓർഡിനേഷന്റെ പേപ്പറും തൈലുമായിട്ട് ഈശായുടെ വീട്ടിൽ പോകണം. ഈശായുടെ വീട്ടിൽ ശമൂവേൽ എന്ന് കോളിംഗ് ബെൽ അടിച്ചു. ഈശായ്ക്ക് നേരത്തെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, മെസ്സഞ്ചർ വഴി ഞാൻ ഇത്രാം തീയതി വരും, നിന്റെ വീട്ടിൽ നിന്ന് ഒരുത്തന്നെ രാജാവാക്കുമെന്ന്. ഞങ്ങളുടെ ഉപദേശകന്മാരാണ് 7 പിള്ളകളെ പിടിച്ച് നല്ലതുപോലെ ഡ്രസ്സും ചെയ്ത് വളരെ
അടിപൊളിയായിട്ട് നാടൻ ഭാഷ പറഞ്ഞാൽ ഇരുത്തിയിരിക്കുക. സ്വതന്ത്രം. ശമൂവേൽ ഒരു പാട്ടുപാടി വന്നനാമേ ശുപാര ഇന്നു പകൽ മുഴുവൻ. ഓർഡിനേഷൻ്റെ പേപ്പറെല്ലാം കയ്യിലെടുത്ത് വെച്ചപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരുത്തൻ്റെ തലയിൽ കൈവച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, എവനെ ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത്തവനെ നോക്കി കണ്ടിട്ടില്ല, മൂന്നാമത്തവനെ നോക്കി കണ്ടില്ല, നാലാമത്തവനെ നോക്കി കണ്ടില്ല. 5, 6, 7. ഇന്നത്തെ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരാണ് ഇവരല്ല, എന്നെപ്പോലുള്ള ഉപദേശിമാരാണ്. പുറകെ കൂടെ നല്ല കനമേറിയ കവർ തന്നാൽ 7 എണ്ണത്തിന് ഞാൻ ഓർഡിനേഷൻ കൊടുത്തേനെ. സ്വത്രം. ഇവൻ ആരാ? ശമൂവേൽ അങ്ങനെ ഓർഡിനേഷൻ കൊടുക്കത്തില്ല. അവൻ അന്നയമ്മ ദൈവാലയത്തിൽ കരഞ്ഞ് ദൈവത്തിൻ്റെ കൃപയാൽ വളർത്തപ്പെട്ട പൈതലാ ശമൂവേൽ. ശമൂവേൽ ഒരു കാര്യം ചോദിച്ചു, അല്ലയോ യേശയ്യായി, നിനക്ക് വേറെ വല്ല പിള്ളാരും ഉണ്ടോ? സ്വത്രം. ഒരുവനുണ്ട്. റേഷൻ കാർഡിലും ആധാറിലും പേരില്ല. എവിടെ കിടക്കുക? 6 കാണി ആട്ടിനെ മേയിച്ചുകൊണ്ട് കിടക്കുക. പെട്ടെന്ന് ആട്ടോ വിട്ടിട്ട് അവൻ വരണം. അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ഇന്ന് രാത്രി വചനം ഏറ്റെടുത്തവർ ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ പുറത്താക്കിയാലും, നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും, ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ കാട്ടിനകത്ത് കടന്ന് അവനെ ഇസ്രയേലിന്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ടെത്തിക്കുക ഒരു ദൈവകരം ഇറങ്ങി വന്നെങ്കിൽ ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി അപ്പച്ചാമ്മച്ചി വിളിച്ചു പറയണം, തൻ്റെ ചേട്ടന്മാർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷേ നല്ല ബിരുദമുണ്ട്, പക്ഷേ ദാവീദിന്റെ പിൻപിലുണ്ട് ഡോക്ടറേറ്റ് അല്ല. ഒന്നേ അപ്പന്റെ ആടുകളെ പിടിക്കുവാൻ വന്ന ദൂതമികത്തെ തകർക്കുക. അവന്റെ പിൻപിൽ ഒന്നുണ്ടായിരുന്നു, അഭിഷേകം. കരമുയർത്തുന്നവർക്കായി അഭിഷേകമുള്ളവൻ അനവധി ദിവസം വീട്ടിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അന്യഭാഷയിൽ ആരാധിക്കുന്നവൻ അധിക ദിവസം വീട്ടിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. 2, അവൻ കാട്ടിനകത്ത് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. ഒറ്റയ്ക്കെങ്കിലും ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയത് PhD ഡോക്ടറേറ്റ് നല്ലതാ. ഇന്ന് രാത്രി ആര് കരമുയർത്തി യേശുപ്പച്ചന് വേണ്ടി ആ അഭിഷേകത്തോടെ ദൈവ ശുശ്രൂഷ ചെയ്യും. ഇന്ന് രാത്രി എല്ലാ കാലത്ത് 6 കാണി ആട്ടിനകത്ത് കിടക്കാൻ നിന്നെ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്ന ദൈവമക്കൾ പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി പരാജയത്തോടെ പോകരുത് സഹോദരി. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. മാതാവേ, നിന്റെ കണ്ണുനീരിന് ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എല്ലാ നാളും നീ കാട്ടിനകത്ത് കിടന്ന് മരണം വരിക്കുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. കാലം അല്പം കഴിഞ്ഞു പോയാൽ, ദിവസം അല്പം കഴിഞ്ഞു പോയാൽ, ഇന്ന് രാത്രി കരമുയർത്തി പറയണ, എന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് എന്റെ തലമുറകളെ മാന്യമായ ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് അവരുടെ നന്മയുടെ മറുപടി എന്റെ പോരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് ഇന്ന് രാത്രി യഹോവ സമീപസ്ഥ. മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ തലമുറകൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക. നിന്റെ കുഞ്ഞുങ്ങളെ പദ്ധതി ഇട്ടുകൊണ്ട് കാട്ടിനകത്ത് ഒതുക്കുവാൻ വെച്ച പദ്ധതികളുടെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി ദാവീദിന്റെ കരം പിടിച്ചുയർത്തിയ ദൈവ 2024 6 മാസം എന്റെ തലമുറകളെ തൊട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ചേട്ടന്മാരുടെ നടുവിൽ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ മാനിക്കുന്ന ദൈവ, കൂരിരുൾ താഴ്വരെ കൂടി കടന്നു പോയാൽ കരം പിടിച്ച് നടത്തുന്ന ദൈവ, ഇന്ന് രാത്രി കരമുയർത്തി നാരകത്തിന് കൂടി പറ, എന്റെ തലമുറ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എന്റെ കുടുംബം തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആര് കരം ഉയർത്തോ? നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീട്. അമ്മച്ചി, അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. ചെറുപ്പക്കാര, ഇന്ന് രാത്രി കരം ഉയർത്തി പറ, ബാലസിംഹങ്ങൾ വീര കിട്ടാതെ വിശന്നിരിക്കോ, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവര് ഇന്ന് രാത്രി ഒരു നന്മയ്ക്ക് കുറവ് കാത്തു പരിപാലിക്കുന്ന നല്ല ദൈവ. കരമുയർത്തി വിശ്വസതയോടെ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണനെ കണ്ടത് നിയമിക്കപ്പെടുന്ന ആളുകളിൽ എനിക്ക് വേണ്ടതെല്ലാം അവൻ ഒരുക്കിയെങ്കിൽ ഈ രാത്രി വിളിച്ചു പറ, ഇരിക്കുന്നത് അറിയുന്ന ദൈവ, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവ, നടപ്പും കിടപ്പും അറിയുന്ന ദൈവ, ദൂരത്തുനിന്ന് ഗരുവണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവ. ആകാശത്തിലേക്ക് കയറിയാലും അവന്റെ കരം എന്നെ തേടിയെത്തുമല്ല. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കടക വിരിച്ചാൽ അവന്റെ കരം എന്നെ തേടിയെത്തും. അമ്മച്ചി, ഇന്ന് രാത്രി ഭാരപ്പെടരുത്. ഇവിടെ സുനാമി വരട്ടെ, ഭൂകമ്പം വരട്ടെ, നിന്റെ വീട് വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കീഴെ ശാശ്വത ഭുജങ്ങൾ വെച്ച ദൈവ, ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ക്യാമറ നിന്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിളിച്ചു പറ, ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എന്റെ കല്ലിന്മേൽ തട്ടിപ്പോകാതെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവ, ഇന്ന് രാത്രി ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ചെങ്കടലിൽ മോശയോടുകൂടെ മുൻപടയായും പിൻപടയായും ഒരു സാന്നിധ്യം ഇറങ്ങിയെങ്കിൽ 2024 എന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി
പാളയത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവക്കാര എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി കരമുയർത്തി പറഞ്ഞ ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തു. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഉണ്ട്. കാട്ടിനകത്ത് കരമടിച്ച ദാവീദിനെ ഉയർത്തുക. സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷന് IPയുടെ കൺവെൻഷനിൽ ആ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരാ. ഇന്ന് രാത്രി വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ഇത്തൽ കണ്ണി പോലെ മരത്തിനകത്ത് തളർത്തിക്കൊണ്ട് കുടുംബജീവിതങ്ങളെ വെല്ലുന്ന മന്ത്ര പൈശാചിക ശക്തികൾ തകരുവാ. ഇന്ന് രാത്രി ജയത്തിന്റെ ഘോഷം ഈ പട്ടണത്തിനകത്ത് ഉയരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി എല്ലാ ക്യാൻസറുകളും യേശുവിന്റെ നാമത്തിൽ, എല്ലാ ട്യൂമറുകളും യേശുവിന്റെ നാമത്തിൽ, കുടുംബങ്ങളെ മുടിക്കുന്ന അന്ധകാര ശക്തികൾ, ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ. എല്ലാ കാലത്തും നീ കാട്ടിനകത്ത് കടക്കുവാൻ അനുവദിക്കത്തില്ല. പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് ഇസ്രയേലിന്റെ രാജാവാക്കുക. ദാവീദിന്റെ മുൻപിൽ ഒരു കരമിറങ്ങി വന്നാൽ സെക്കൻഡ് ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി ആര് കരം ഉയർത്തി പറയും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ദൈവം ഒരു പുതുവഴി തുറക്ക്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി നെഗറ്റീവ് തോട്ട്സ് വേണ്ട, നെഗറ്റീവ് തോട്ട്സ് വേണ്ട. പറയണം, ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ഒരു വഴി തുറന്നതുപോലെ ഈ കൺവെൻഷനിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്ക്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി യോഹന്നാൻ പത്മോസിലേക്ക് യാത്രയാകുന്നു. ആ പത്മോസിന്റെ ഏകാന്തതയിൽ അവൻ കാണുന്നത് 5 കാര്യങ്ങൾ. നാളെയും ഇത് തന്നെ വെളിപ്പാട്. ആകാശമുട്ട കരിമ്പന പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴികൾ, മനുഷ്യന്റെ അസ്ഥികഷ്ണം വാർന്ന് തിന്നുന്ന പരുന്ന തലയൂട്ടിയുടെ ദുർഗന്ധം, അവിടെ സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു. കണ്ട ദിവ്യ ദർശനമാ വെളിപ്പാട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവ് നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവർ, കാലുള്ളിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ സൂര്യനെ പോലെ അവന്റെ മുഖം പ്രകാശിച്ചു. അവന്റെ തലമേലൊരു കരമാദ്യനന്ത്യനാൽഭാവമേ ഗാമരണത്തിന്റെ ഈ പാതാളത്തിന്റെ തക്കോൾ എന്റെ കൈവശമുണ്ട്. യോഹന്നാനെ, ഒരിക്കൽ ഞാൻ മരിച്ചവൻ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറന്നീക്ക് പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ ഗ്രന്ഥം 404 വാക്യം 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സഭയം അടുത്തുപോയി. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 സഭ ഇവിടെ അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യൻ, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 അധ്യായം മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 അധ്യായമാ പിശാചിന്റെ തൃത്വത്വം. 1 ഇത് കൃപായുഗം. ഇന്നലെ ഞാൻ പറഞ്ഞു, 1 ദൈവസഭ എടുക്കപ്പെടും, 2 ഒരു അന്തിമ യുദ്ധം. നാളെ അത് പ്രസംഗിക്കും ഇസ്രായേൽ. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ സംഭവമായി ഒരുവൻ ലോകത്തിൽ ഭരണത്തിൽ വരും. അതാ ഇന്നലെ ഞാൻ കണക്റ്റിൻമേൽ വിരിക്കുന്ന വലയല്ല, ഇന്റർനെറ്റ്. അങ്ങനെയെങ്കിൽ വരാൻ പോന്നു കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും, ഇന്റർനെറ്റ് മർഡർ. വട്ടിയൂർക്കാവിലേക്ക് അതിവേഗത്തിൽ യാത്ര ചെയ്ത് ഇസ്രായേലിലേക്ക് മടങ്ങി വരാം. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം, അതിന്റെ 13 അധ്യായം 15 വാക്യം. കുഞ്ഞു വായിച്ചാട്ടെ. വെളിപ്പാട് 13:15 സമാധാനത്തിൽ വായിച്ചു. വെളിപ്പാട് 13:15 വായിച്ചാട്ടെ മക്കളെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് അവിടെ നിൽക്കട്ടെ. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകരുത്. ദാണ്ടേ ഒരു 10 വർഷം 8 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്ന് പറയുക, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും പാസ്റ്ററിന് എന്തോ കുഴപ്പമാണ്. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ചേച്ചിമാർ, ചേട്ടന്മാർ, ദൈവദാസന്മാർക്കറിയാം. 2018 ഡിസംബർ മാസത്തെ സൗദിക്കാരി ഒരു പെൺകുട്ടി വന്നു. ഇവളെ ഉണ്ടാക്കിയത് ഒരു ഇംഗ്ലീഷുകാരനാ, ജഫ്രി ഗണ്ടൻ. ആ പെൺകുട്ടിയുടെ പേരാ മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. ദാ കിടക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തന്നെ തിരുവനന്തപുരം ജില്ല പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജിൽ പിള്ളേരുമായിട്ട് സംസാരിക്കാൻ വന്നു. അവളിപ്പം പേര് മാറ്റി ചാറ്റ് GPT ഗ്രോക്ക് വിത്ത് സോഫിയ. സാരിക്കാരിയായി പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജിൽ. അങ്ങനെയെങ്കിൽ റോബോട്ട് സംസാരിക്കുമോ? അല്ലെങ്കിൽ റോബോട്ട് എന്തുവാ, മൊബൈൽ ഫോൺ എന്തുവാ, ഇന്റർനെറ്റ് എന്തുവാ? ഒരു കാര്യമില്ലാത്ത കാലത്ത് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടങ്ങിയപ്പോൾ സ്വർഗം പറഞ്ഞു, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും, റോബോട്ട് സംസാരിക്കുമെങ്കിൽ ഇന്ന് രാത്രി നാരകത്തിൻ കുഴിയോട് ഞങ്ങൾ പറയുന്നു, യഹോവയുടെ പുസ്തകം കരമുയർത്തുന്നവർക്കായി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്ത് മക്കളെ. സ്തോത്രം. റോബോട്ട് സംസാരിക്കും. അങ്ങനെയെങ്കിൽ അടുത്തത് ഈ റോബോട്ടിന്റെ 2ാമത്തെ ഭാഗ്യം. ഇനി വലിയ വേഗത്തിൽ പോകത്തില്ല. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ്. എല്ലാവരും ഓൺലൈനിൽ റെക്കോർഡ് ചെയ്യുന്ന മോൻ കാണിച്ചു. താണ്ടെ വട്ടിയൂർക്കാവിൽ ഒരു പെങ്കൊച്ചിനെ ഉണ്ടാക്കി. അവളുടെ പേരാ വ്യോമമിത്ര. അവളെ തിരുവനന്തപുരത്ത് നിന്ന് പ്ലെയിനിൽ കൊണ്ടുപോയി ബാംഗ്ലൂരിൽ. അവളാ ഇന്ന് ബാംഗ്ലൂർ ISROയിൽ ഇതാണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരോട് ഇന്ത്യയുടെ സുന്ദരി വ്യോമമിത്ര. അടുത്ത റോബോട്ട്. അന്ത്യകാലമായി മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. അടുത്തത് കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും.
കൊല്ലും. ഇന്റർനെറ്റ് മർഡർ. വായിച്ചുതരാം വെളിപ്പാട് 13:15 അടുത്ത വാക്ക്. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. അടുത്ത വാക്ക്, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇതാ കിടക്കുന്ന മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കിട്ടും. അതിന്റെ പേരാ ബ്ലൂ ബ്രെയിൻ. എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ലിങ്ക് കയറിക്കോണം, ഇതിനകത്ത് കാണും. ദാണ്ട് മലയാളി ചെറുപ്പക്കാരൻ റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. തൊടുപുഴക്കാരൻ ഒരു IT എഞ്ചിനീയർ അമേരിക്കയിൽ IBM കമ്പനിയിൽ റോബോട്ടിന് ഹൃദയം വെച്ചിട്ട് റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. സ്വത്രം. എങ്ങനെ ഇരിക്കും റോബോട്ട് മനുഷ്യനായാൽ? അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? റോബോട്ട് മനുഷ്യനായാൽ സാത്താൻ്റെ ഇഷ്ടം പറഞ്ഞുതരാം. റോബോട്ട് മനുഷ്യനായാൽ അവൻ ആരോടെങ്കിലും വിധേയത്വം കാണുമോ? ആരോടും വിധേയം കാണത്തില്ല. ഇന്ന് അപ്പനും അമ്മയും നല്ലതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവസാന കാലത്ത് പറയാം, ഞങ്ങൾ UK-ലും കാനഡയിലും പോവുക, അപ്പനെ അമ്മ അനാഥ മന്ദിരത്തിൽ തട്ടിയേക്കാന്ന്. സന്തോഷമില്ലല്ലോ. അവിടം വരായി സ്വന്തം കുഞ്ഞുങ്ങൾ. അപ്പോൾ റോബോട്ടിനോട് വല്ലവരോട് സ്നേഹം കാണുമോ ദൈവദാസന്മാർ? ആരോട് സ്നേഹമില്ല. പിന്നെ മൃഗത്തിൻ്റെ പ്രതിമ, സാത്താൻ്റെ ഇഷ്ടം, ആരാധന. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോഗ് ദുരാസു സമഭൂമിയിൽ വന്നു. അവരെ നമ്മുടെ നെബൂഖദ്നേസർ സ്വോത്രകാഴ്ചയും വഴിപാടും ഒന്നുമല്ല പറഞ്ഞത് ഒരു കാര്യമാണ്. എന്താ പറഞ്ഞത്? ഒന്ന് വണങ്ങിയേക്കാൻ. ഇനി അടുത്ത കാര്യം എല്ലാവരും കേൾക്കണം. യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി പിശാച് എന്തുവാ പറഞ്ഞത്? ഒന്ന് വണങ്ങിയേക്കാൻ. മൃഗത്തിൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വന്നാൽ അവൻ്റെ ഇഷ്ടമേവരും വണങ്ങണം. അതുകൊണ്ടായി കോവിഡിൻ്റെ മറവിൽ, നമുക്ക് വാക്സിൻ്റെ മറവിൽ നമ്മുടെ മെയിൽ ID, നമ്മുടെ മൊബൈൽ നമ്പരും എല്ലാം അവൻ്റെ കയ്യിൽ പോയി. അങ്ങനെയെങ്കിൽ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ, ആ ആത്മാവ് ബ്ലൂ ബ്രെയിൻ. ആ ബ്ലൂ ബ്രെയിൻ വരുന്നതിന് മുമ്പിട്ട് ഒരു കളി കേരളത്തിലും വന്നു. ആ കളിയുടെ പേരാ ബ്ലൂ വൈൽ. തിരുവനന്തപുരം ജില്ലയിൽ ഒരു കൊലപാതകം നടന്നു. മാറനല്ലൂർ, പോങ്ങുമൂട് മാറനല്ലൂർ. അവിടെ 9 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ കയറി തൂങ്ങിച്ചത്തു. സ്തോത്രം. അവന് കണ്ടല സർവീസ് സഹകരണ ബാങ്ക് പൊട്ടിയില്ല, ഭാര്യയും മക്കളുമില്ല, കടഭാരമില്ല. ഏവരും ശ്രദ്ധിക്കണം. അവൻ 50 ദിവസത്തോളം അവൻ്റെ മൊബൈലിനകത്ത് സാത്താനോട് കളിച്ചു. ബ്ലൂ വെയിലിൻ്റെ കളി. ആ കളിയിൽ അവൻ തോറ്റപ്പോൾ പിശാച് പറഞ്ഞു, നിന്റെ മനസ്സ്, സങ്കീർത്തനം 15 എഴുതിയിട്ടുണ്ട്, എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ന് ഭാഗം തൊടുന്നില്ല. ആ പയ്യൻ മാറനല്ലൂർ പോലീസ് റിപ്പോർട്ട് കൊടുത്തു. ഈ കളി കളിച്ചത് കൊണ്ട് 9 ക്ലാസ്സിൽ പഠിക്കുന്നവൻ മാറനല്ലൂരിൽ കഴുത്ത് എവിടെ നമ്മുടെ ഈ ജനലിനകത്ത് കയറിട്ട് തൂങ്ങി മരിച്ചു. തിരുവനന്തപുരം ജില്ല. അത് കണ്ടിട്ടാണ് ഈ കളി മാറ്റിയത്. എങ്കിലും ഇന്ന് സാത്താൻ്റെ കളി പലതും മൊബൈലിനകത്തുണ്ട്. പബ്ജി, കിബ്ജി, വെടിവെക്ക്. അമ്മച്ചിമാരെ പിള്ളേർ ഇതൊക്കെ കളിക്കുന്നു, നോക്കിക്കോണം. സ്വോത്രം. രാത്രി ഇറങ്ങി നടക്ക്, നെയ്യാറിൻ്റെ അവിടെ വരാൻ പറയുക. ഇതെല്ലാം സാത്താൻ്റെ കളികൾ ഇതിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ എങ്ങനെ മനുഷ്യനെ കൊല്ലും? ഇന്റർനെറ്റ് മർഡർ. പറഞ്ഞു തരാം, നല്ല ക്ലിയർ ആയിരിക്കണം കേട്ടോ. വട്ടിയൂർക്കാവ് കൊലപാതകത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇന്റർനെറ്റ് മർഡറിൻ്റെ പ്രത്യേകത, സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് മെസ്സേജ് വഴി അവൻ തീർക്കുന്നത്. കമ്പ്യൂട്ടർ എങ്ങനെ മനുഷ്യനെ കൊല്ലും പറയാം. ഇന്ന് രാത്രി നമ്മുടെ പൂർണ്ണാടിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ചെന്നൈയിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് നല്ല അടുപ്പാവും. രാത്രി രണ്ടുപേരുടെ 14 ലാപ്ടോപ്പുമായിട്ട് ചാറ്റ് ചെയ്യാൻ കയറും. ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ചില കാര്യം പറയും, നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം. ഇവൾ അനുസരിക്കത്തില്ല. ഈ പെൺകുട്ടി അനുസരിക്കാതിരിക്കുമ്പോൾ പൂഴനാട്ടുള്ള പെൺകുട്ടിയുടെ ഹല്ലേലൂയ സിസ്റ്റം, മൊബൈലാകട്ടെ ലാപ്ടോപ്പ് ആകട്ടെ, ഒരു മെസ്സേജ് അയക്കും. ആ മെസ്സേജിൻ്റെ പേര് വൈറസ് മെസ്സേജ്. ആ വൈറസ് മെസ്സേജ് വന്നാൽ ലാപ്ടോപ്പ് ചൂടാകും. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ പടമെടുക്കുന്നവർക്കെല്ലാം അറിയാം എന്താ ലാപ്ടോപ്പിന്റെ പ്രത്യേകത. ഒരു ലാപ്ടോപ്പിന് 5 ഘടകമുണ്ട്. 1 താഴെ ബേസ് ബോർഡ്, 2 ലിഥിയം ബാറ്ററി, പിന്നെ നിങ്ങൾ ഞെക്കുന്നത് മൈക്രോ പ്രോസസർ. ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ ഉണ്ട്, സ്ക്രീനിന്റെ സൈഡിൽ ബൾബുണ്ട്. ആ ബൾബാ പൊട്ടിത്തെറിക്കുന്നത്. ഒരു മലയാളം. ഇന്ന് രാത്രി ഞാൻ, ജിമ്മി സാറെ, കുഞ്ഞുങ്ങൾ, ഞങ്ങൾ 5 പേർ ഒരുമിച്ച് ഇവിടെ പാടുക. ആ മോൻ്റെ കയ്യിൽ മോണിറ്റർ ഉണ്ട്, ഇപ്പുറത്ത് ആംപ്ലിഫയർ ഉണ്ട്. ഞങ്ങളുടെ ശബ്ദം കൂടിയാൽ മോണിറ്റർ പോലും അറിയാതെ ആംപ്ലിഫയറിലെ റെസിസ്റ്റൻസ് പടപട തീപിടിക്കും, ഷോർട്ടാകും. അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. അതുകൊണ്ട് മക്കളെ, ഇന്നൊരു കാര്യം കേൾക്കണം. മൊബൈൽ കമ്പനികൾ പറയുന്നു, കേറിട്ടിട്ട് കരമുയർത്തണം. അറിയാത്ത കോളിൽ നിന്ന് അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കരുത്. കരമുയർത്തുന്നവർക്കായി ചില മൊബൈൽ കമ്പനികൾ. അത് കഴിഞ്ഞിട്ട് ചിലർ കമ്പനികൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാത്ത SMS വന്നാൽ തുറന്നാൽ നിങ്ങളുടെ സിസ്റ്റം ഹാക്കായി പോവും, മുഴുവനും പോവും. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു ഇന്റർനെറ്റ് മർഡർ. അതിനാസ്പദമായി കിടക്കുന്ന
തെളിവ് സഹിതം. ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി. ഇതാ കിടക്കുന്നു, മൊബൈലിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിക്കും. എവിടെ? എല്ലാവരും കേൾക്കണം, നാട്ടുകാർ, നിങ്ങൾക്ക് വേണ്ടി പ്രസംഗം. അല്ലെങ്കിൽ ഞാൻ കാനാവിലെ കല്യാണം പ്രസംഗിച്ചാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, കാലം തീരാറായി. തൃശ്ശൂരിൽ ഒരപ്പനും അമ്മയ്ക്കും ഒരു മകൾ, തിരുവല്ലാമല. ആ മോളുടെ പേര് ആദിത്യ എന്ന് പറയുന്ന 8 വയസ്സുകാരി. കേരളം ഞെട്ടിപ്പോയി. രാത്രി മുതൽ രാവിലെ വരെ മൊബൈലിൽ കളിച്ചു. അപ്പനും അമ്മ എവിടെ പോയി? 8 മണിക്ക് മുത്തശ്ശി ഉണ്ടായിരുന്നു. കയ്യിലിരുന്ന മൊബൈൽ പൊട്ടിത്തെറിച്ച് തിരുവല്ലാമല ആദിത്യ എന്ന പെൺകുട്ടി മരിച്ചു. സകല പത്രത്തിലും വാർത്ത. അതുകൊണ്ട് കേരളത്തിലെ പോലീസിൻ്റെ ഏറ്റവും നിർണായകമായ സൈബർ പറഞ്ഞൊരു കാര്യമുണ്ട്, മൊബൈൽ പലപ്പോഴും സൂക്ഷിച്ചു വേണം, ഇല്ലെങ്കിൽ തീ പിടിക്കുവാൻ സാധ്യത. മൊബൈൽ പൊട്ടിത്തെറിച്ചു. കർണാടകയിലെ തുംകൂർ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പെൺകൊച്ച് പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ വന്നു. പെട്രോൾ പമ്പിൽ വന്നപ്പോൾ അവളുടെ മൊബൈലിൽ സംസാരിച്ചു. ആ സമയത്ത് അവളുടെ മൊബൈൽ പൊട്ടിത്തെറിച്ചു. തീർന്നില്ല, ദാണ്ട് ഇവിടെ കള്ളിക്കാട് പെട്രോൾ പമ്പ്, അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. യേശു വരാൻ കാലമായെന്നല്ല, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ എന്ന്. സ്വോത്രം. എന്താ കാര്യം? നിങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ മൊബൈലിനകത്ത് ഒരു അസാധാരണ മെസ്സേജ് വന്നാൽ, മൊബൈൽ ഹീറ്റായാൽ കള്ളിക്കാട് തീഗോളമാകും. അതാ ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി. എവിടാ? ചെന്നൈയിൽ ഒരു ചെറുപ്പക്കാരൻ കാർ ഓടിച്ച് മൊബൈൽ പൊട്ടിത്തെറിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എവിടെ? തൃശ്ശൂരിൽ വീണ്ടും മൊബൈൽ പൊട്ടിത്തെറിച്ചു. അങ്ങനെയെങ്കിൽ അസാധാരണ സന്ദേശം വന്നാൽ മൊബൈൽ പൊട്ടിത്തെറിക്കും. അതാ ഇൻ്റർനെറ്റ് മർഡർ. ഈ കമ്പ്യൂട്ടറിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ്റെ പേരാ, ഗൂഗിളിൽ നിന്ന് ഒരുവൻ ഇറങ്ങി, അവൻ്റെ പേരാ ജെഫ്രി ഹിൻഡൻ. അവനാണ് സോഫിയ ഉണ്ടാക്കിയത്. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ എല്ലാവരും കേൾക്കണം, താമസമിനായി റോബോട്ട് മനുഷ്യനെ പിടിക്കുമെന്ന്. പുള്ളി പരീക്ഷണശാല വിട്ടുപോയി, ജോലി രാജിവെച്ച് സ്ഥലം വിട്ടു. ജെഫ്രി ഹിൻഡൻ ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 1950 ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രം അലൻ ടോറി. അദ്ദേഹം പറഞ്ഞു, അവസാന കാലത്ത് മൊബൈലും ലാപ്ടോപ്പും മനുഷ്യൻ്റെ അന്തകനാകും. ഇനി അടുത്ത കാര്യം കേട്ടോ, ഏറ്റവും നിർണായകമായ സംഭവം കേൾക്കണം. കണ്ടോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യുന്ന വായുഭകനവും വന്ദേ ഭാരത്. കൈയും മൊബൈൽ പോട്ട് ലാപ്ടോപ്പും ഇല്ല. നിങ്ങളുടെ തൊട്ടടുത്ത് കാട്ടാക്കട വന്നു, അദ്ദേഹത്തിൻ്റെ കൈ ലാപ്ടോപ്പില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നിശ്ചയിക്കുന്ന നാട്ടുകാർ കേൾക്കണം. ഇവിടുത്തെ BJP-ക്കാരും IB റോയുമല്ല. അതിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ കാര്യം മോഡി സാറിൻ്റെ വഴിയാത്ര വരെ റൂട്ട് ചെയ്യുന്നൊരു സംഘടനയുണ്ട്, ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടന മൊസാദ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ മുഴുവൻ നിശ്ചയിക്കുന്നത്. 2018 ഇസ്രായേലിലെ പ്രധാനമന്ത്രി മൊസാദ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സാറേ ലാപ്ടോപ്പ് പിടിക്കരുത്, പൊട്ടിത്തെറിക്കാൻ സാധ്യത. അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കണം, 2017 ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഡേവിഡ് കാമറോൺ, ബ്രിട്ടനിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംഘടന യൂറോപോൾ, ഇന്ത്യയുടെ ഇന്റർപോൾ, ബ്രിട്ടന്റെ സംഘടന യൂറോപോൾ, അവർക്ക് രഹസ്യമായിട്ട് സന്ദേശം കിട്ടി പ്രധാനമന്ത്രിക്കും വൈറസ് കൊടുക്കുമെന്ന്. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ലാപ്ടോപ്പ് പിടിക്കത്തില്ല. തീരട്ടെ. കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയി. നിങ്ങൾ കണ്ടില്ലേ? ടൈം സ്ക്വയറിൽ ചെന്ന് TPM-ലെ മൂപ്പൻ ഉടുക്കുന്നതിലെ നല്ല വെള്ള ഉണ്ടും വെള്ള ഉടുപ്പ്, കൈ ലാപ്ടോപ്പ് തൊട്ട് ഒരു മൊബൈലും ഇല്ല, കസേര ഇരുന്നിട്ട്. പുള്ളിക്കും അറിയാം ഈ മൊബൈലും ലാപ്ടോപ്പ് പിടിച്ചാൽ പ്രശ്നമാണ്. അടുത്ത ഒരു കാര്യം, ഇന്നത്തെ വിമാനയാത്ര എല്ലാവരും ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ ചെല്ലുമ്പോൾ ഇന്ന് അവരൊന്നും പറയത്തില്ല, എല്ലാവരുടെ കയ്യിലും മൊബൈലും കാണും, ചിലരെ ലാപ്ടോപ്പ് കാണും. പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറയും, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ, സ്വിച്ച് ഓഫ് യുവർ ലാപ്ടോപ്പ്, സ്വിച്ച് ഓഫ് യുവർ ടാബ്സ്. നമ്മുടെ അണ്ണന്മാരല്ലയോ, പെൺകുട്ടി എത്ര പറഞ്ഞാലും അവർ കുത്തിക്കൊണ്ടിരിക്കും. സ്വത്രം. അപ്പോൾ പെൺകുട്ടി എവരെക്കാളും ബുദ്ധിയുള്ളതാണ്. ഫ്രണ്ടിൽ ചെന്ന് ക്യാബിൻ്റെ അവിടെ ഒരു ഡോറുണ്ട്, അവിടെ ഒരു ജാമർ വെച്ചിട്ടുണ്ട്, ഒറ്റ കുത്ത്. പിന്നെ നമ്മുടെ മൊബൈൽ അനങ്ങത്തില്ല, സന്തോഷത്തിൽ ഒരു സിഗ്നലും വരത്തില്ല. സ്വത്രം. പിന്നെ അടുത്ത എയർപോർട്ടിൽ എവിടെ ഇറങ്ങാൻ പോകുന്നു അവിടെ ഉള്ളപ്പോഴേ ഈ മൊബൈൽ ഓണാകൂ. അവർക്കും അറിയാം എന്താ സംഭവം എന്നറിയാമോ? ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അങ്ങനെയെങ്കിൽ ജെഫ്രി ഹിൻഡൻ പറഞ്ഞു, സംശയമുണ്ട് ഇന്ന് രാത്രി വീട്ടിൽ ചെല്ലണം, മൊബൈൽ ചെക്കണം, അതിനകത്ത് വാർത്ത എടുക്കണം. ഏഷ്യാനെറ്റ് അളകന്നെന്താ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. 24 ന്യൂസുകാർ PP ജെയിംസ്, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അത് കഴിഞ്ഞ് നിഷാദ് റാവുത്തർ, മീഡിയ 1, അവരെല്ലാം പറഞ്ഞു മനുഷ്യനെ കൊല്ലും. അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് അധികാരം ലഭിച്ചു. സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാവൂ? മനുഷ്യനെ കൊല്ലിക്കുവാൻ വഴികൾ ഒരുക്കും. ആസ്പദമായി ആദ്യം നടന്നത്, തിരുവനന്തപുരംകാരെ കേൾക്കണം, ആദ്യം നടന്നത് എന്താ?
പാളയം MM ചർച്ച്. അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്ന കാടൽ ജിൻസൺ രാജ. അവൻ ആരാന്നറിയാമോ? അവൻ്റെ അമ്മ ഡോക്ടർ, അപ്പൻ പ്രൊഫസർ, പെങ്ങള് MBBS പഠിക്കുന്നു. ഒരു ബന്ധുക്കാരി ഉണ്ടായിരുന്നു പേരൂർക്കട. അവിടെ 4 പേരെ, കവടിയാർ റോഡ് 4 പേരെയും പാളയം MM ചർച്ചിലുള്ളവർ അവൻ കൊന്നിട്ട് പേരൂർക്കട പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് കത്തിച്ച് കളഞ്ഞു. അവൻ എങ്ങനെ സാത്താനെ ആരാധിക്കുന്നവനായി റഷ്യയിൽ വിട്ടപ്പോൾ അവൻ സാത്താനെ ആരാധിക്കുന്നവൻ്റെ കൂട്ടത്തിലായിപ്പോയി. അതുകൊണ്ട് പിശാച് അവനോട് പറഞ്ഞു, പണമില്ലാഞ്ഞിട്ടാണോ തിരുവനന്തപുരത്ത് കവടിയാറിൽ ബംഗ്ലാവ് ദാണ്ടേ ഇവിടുന്ന് മേളിലോട്ട് പോകണം. നിങ്ങൾക്കറിയത്തില്ല, ഞാനിവിടെ പോകുന്നതാ 6 കാണി 10 കാണി ഗണപതിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ 13 ഏക്കർ തോട്ടമായി കാടൽ ജിൻസൺ രാജയ്ക്കുള്ളത്. ഞാൻ ഗണപതിക്കല്ലിൽ പ്രസംഗിക്കാൻ പോയ ദൈവദാസന്മാർ കാണിച്ചു. അവൻ്റെ റബ്ബറും തോട്ടം ഷീറ്റടിക്കുന്ന പെരയും കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അന്ന് പലരും പുറത്തു വിട്ടില്ല. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. സാത്താനെ ആരാധിക്കുന്നവൻ, കേട്ടോണം, നിങ്ങൾ മുറുകെ കേട്ടോണം. എവിടെ? നിങ്ങളുടെ ജില്ല തിരുവനന്തപുരം, മണ്ണന്തല മുതൽ തിരുമല വരെ സാത്താനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങളുണ്ടെന്ന് തിരുവനന്തപുരത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കഴിഞ്ഞു. സ്വത്രം സാത്താനെ ഫ്രീ മൈസൺ സെന്റർ, സാത്താന്റെ ആരാധനാ കേന്ദ്രം തിരുവനന്തപുരം. അതൊന്നവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം. എന്താ? ഏറ്റവും നിർണായകമായി മനുഷ്യന്റെ മരണം സാത്താൻ കാക്കുന്നു. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ്, പാമ്പാടിക്കാരൻ നവീൻ ആയുർവേദ കോളേജിൽ പഠിച്ച MBBS കാരൻ, ആയുർവേദ MBBS. അവൻ്റെ കൂടെ വട്ടിയൂർക്കാവിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ദേവി. അവരൊരുമിച്ചാ പഠിച്ചത്. അവർ കല്യാണം കഴിഞ്ഞു. സാത്താനെ ആരാധിക്കുന്ന കൂട്ടത്തിൽ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയെ കിട്ടി. വട്ടിയൂർക്കാവിൽ ലാറ്റക്സിൽ ജോലി ചെയ്യുന്ന ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മകൾ. അവളുടെ പേര് ആര്യ. ശ്രീകാര്യം സ്കൂളിൽ 29 വയസ്സുകാരി. എല്ലാവരും കേൾക്കണം. ബാക്കിയൊന്നും ഏഷ്യാനെറ്റിൽ ഒരു പയ്യൻ മാത്രം റിപ്പോർട്ട് കൊടുത്തു, ബാക്കി ആരും കൊടുത്തില്ല. അവർ കൊടുക്കത്തില്ല. അതെല്ലാം ചാനലും മൂടിക്കളഞ്ഞു. അവരെന്താ, ഈ പെൺകുട്ടിക്ക് കല്യാണം ഉറച്ചു കഴിഞ്ഞപ്പോൾ ഇവര് സാത്താനെ ആരാധിക്കുന്ന കൂട്ടം. ഇവർ 3 പേരുമായി അരുണാചൽ പ്രദേശിൽ പോയി. പാമ്പാടിക്കാരൻ നവീൻ, ദിവ്യ, പിന്നെ ദേവി, ആര്യ. ഈ പെൺകൊച്ചിനെ ആഭരണം വരെ എടുത്തു വെച്ചിരുന്നത്. അരുണാചൽ പ്രദേശ് 6 ദിവസം കഴിഞ്ഞു. 7-ാം ദിവസം സാത്താനുമായിട്ട് ഇന്റർനെറ്റിൽ ഇതിൻ്റെ കേന്ദ്രങ്ങളുണ്ട്. ഈ കൊലപാതകത്തിന് പിൻപിൽ ഒരുവനുണ്ട്, പോലീസ് കൊണ്ടുവരത്തില്ല. സ്വത്രം ഇന്റർനെറ്റിനകത്ത് അവർ പുനർജന്മം, മനുഷ്യൻ മരിച്ചാൽ ജന്മം കിട്ടുമോ? അപ്പോൾ ഈ സാത്താൻ്റെ തന്ത്രം തുടങ്ങി. അവർ അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വെച്ച് മരിച്ചാൽ നിങ്ങൾക്ക് പുനർജന്മം കിട്ടും. കല്യാണം ഉറച്ച് വരനെ കണ്ട് വീട്ടിനകത്ത് മന്ത്രകൂടി സ്വർണവും എടുത്തു വച്ചിരുന്ന ആര്യ എന്ന പെൺകുട്ടിയോട് ഇവർ 2 പേരും പറഞ്ഞു, കല്യാണം കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ല, ഇവിടെ വെച്ച് മരിച്ചാൽ സ്വർഗത്തിൽ പോകാം. 4 ദിവസം അവർ ചാറ്റ് ചെയ്തു. ബാക്കി ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പേപ്പർകാരനെ കൊണ്ടുവന്നിട്ടില്ല. ഏഷ്യാനെറ്റിൽ ഒരു പയ്യൻ മാത്രം കൊണ്ടുവന്നു. ഇവർ 4 ദിവസം മരണത്തിന് വേണ്ടി ഒരുങ്ങി. അവസാനം 4-ാം ദിവസം എന്ത് ചെയ്തെന്നറിയാമോ? പാമ്പാടിക്കാരൻ നവീൻ ആരുടെയൊക്കെ ശ്രദ്ധപ്രകാരം ഈ 2 പെൺകുഞ്ഞുങ്ങളെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി. വരച്ചതിന് ശേഷം രക്തം പുറത്തൊഴുകാതിരിക്കാൻ കട്ട പിടിപ്പിച്ചു. അതിനുശേഷം കാലിൽ എഴുതി വെച്ചു 666. 2 പെൺകുട്ടികളെ. നാട്ടുകാർ കേൾക്കണം, തിരുവനന്തപുരംകാർ. അത് കഴിഞ്ഞതിന് ശേഷം അവൻ ഈ 2 പെൺകൊച്ചുങ്ങളെ കഴുത്ത് ഞെരിച്ചു ശരീരം വരച്ചതിന് ശേഷം 666 എഴുതിയവൻ കൊന്നു. അവസാനം അവനും ശരീരം മുറിച്ചു. അവൻ്റെ കാലിൽ 666 എഴുതി. അവന് മരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കെട്ടിത്തൂങ്ങി മരിച്ചു. അവരുടെ ഡെഡ് ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത് പോലീസ് തിരുവനന്തപുരത്ത് കണ്ടുവന്നപ്പോൾ അവരും ഞെട്ടിപ്പോയി. സാത്താൻ്റെ സംഖ്യ കാലിനകത്ത് എഴുതി വെച്ചുകൊണ്ട് പാമ്പാടിക്കാരൻ നവീന്, വട്ടിയൂർക്കാരി ദേവിയും അതുപോലെ ആരെയും മരിച്ചു വീണെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. കരമുയർത്തുന്നവൻ, പടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. യോഹന്നാൻ 16:2 നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. പറയാം, ബാക്കിയൂടെ കേട്ടോ നാട്ടുകാർ. ഓൺലൈൻ ഡൽഹി കടന്നൊരു കാർപ്പൻഡറാ ഏലത്തൂരി വന്ന് ട്രെയിൻ സ്ഫോടനം നടത്തിയത്. ഇന്നത്തെ ADGP അജിത് കുമാർ അവനെ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. ഇതാ സാത്താൻ്റെ പരിപാടി. കഴിഞ്ഞ ദിവസം യഹോവ സാക്ഷികളുടെ സമ്മേളനം, ഒരു ചെറുപ്പക്കാരൻ ആ ടിഫിനകത്താ ബോംബ് വെച്ചത്. അവസാനം ആരാണ്ട് പറഞ്ഞ മാനസിക രോഗി. അവൻ ഒരു മാനസിക രോഗിയല്ല. അവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ പറയുക, മനുഷ്യനെ കൊന്നാൽ പുണ്യം കിട്ടും, സ്വർഗത്തിൽ പോകാം. യേശു പറഞ്ഞ പ്രവചനം യോഹന്നാൻ 16:2 വായിക്കണ്ട. നിങ്ങളെ കൊല്ലുന്ന
വരുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള്, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ അനവധി പേരുണ്ട്. 2 മിനിറ്റ് കടമെടുത്താലും മടിയൊന്നും വരത്തില്ല. അല്പം ചാർന്ന് നല്ലതാ. അമ്മമാര് പാട്ടുപുസ്തകം എടുത്ത് വീശുന്നുണ്ട്. കർത്താവ് ഇച്ചിരി ചാറ്റമടി അയക്കും. വിഷമിക്കേണ്ട. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോ, എന്താ അതിന്റെ കാര്യം എന്നറിയാമോ? അതുകൊണ്ടാ യേശു യെരുശലേമിനോട് പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, കരമുയർത്തുന്നവർക്കായി നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവേ. ഇന്നത്തെ ഇവിടുത്തെ മാതാപിതാക്കന്മാരോട് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദുഷ്ട കൂട്ടുകെട്ടിൽ വീഴരുത്. ഹാരി എന്ന് പറഞ്ഞ് ശ്രീകാര്യ സ്കൂളിൽ പഠിക്കുന്ന പെണ്ണിനെ വരെ അവർ ട്രാപ്പ് ചെയ്തു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ട്രാപ്പ് ചെയ്യുന്ന സാത്താന്റെ കെണികൾ ഇന്നും കലാലയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് രക്ഷ നേടുവാൻ എന്ത് വേണം? കുഞ്ഞിന് വേണ്ടി 50 കോടി രൂപ ബാങ്കിൽ ഇടുന്നതല്ല, അമ്പൂരിൽ 10 ഏക്കർ തോട്ടം മേടിക്കുന്നതല്ല, അമേരിക്ക വിടുന്നതല്ല. അതല്ല ഇവിടുത്തെ കാര്യം. എന്നാൽ മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് കരമുയർത്തിയാട്ടെ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അത് തകർന്നു പോകുകയില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ, CSI ആകട്ടെ, മർത്തോമയാകട്ടെ, ഇവിടെ കുഞ്ഞുങ്ങളിരിപ്പുണ്ട്, പെന്തിക്കോസുകാരാകട്ടെ, നിങ്ങൾക്കെല്ലാം സഭായോഗമുണ്ട്. സഭായോഗത്തിൽ 5 മിനിറ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാത്താൻ്റെ കെണിയുണ്ട്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് 13:15 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് അധികാരം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാവരും ഈ ഭാഗം കേൾക്കണം. ഇസ്രായേലിലേക്കാണ് ഓടിപ്പോവുക. എന്താ? എല്ലാവരും ഈ ഭാഗം കേൾക്കണം. താമസമിന നമ്മുടെ ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്ത് സാത്താൻ്റെ പ്രതിമ വരാൻ കാലമായി. എന്നാൽ ഇന്നത്തെ നാരകത്തിൻ കുഴിയിൽ ഇരിക്കുന്ന ദൈവമക്കൾ, ശോഭയുടെ മൂത്ത ചേച്ചി ചാറ്റ് GPT ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറും വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി പറയണം, ആ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും. കരമുയർത്തുന്നവർക്കായി ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശു പോയതുപോലെ മടങ്ങി വരും. 2, കമ്പ്യൂട്ടറിന് ബ്ലൂ ബ്രെയിൻ കിട്ടാൻ പോവുക. അഥവാ ഇന്നത്തെ ലാപ്ടോപ്പിനകത്ത് വരുന്ന പ്രതിമയ്ക്ക് എന്താ കിട്ടാൻ പോയ? ബ്ലൂ ബ്രെയിൻ, നിർമ്മിത ബുദ്ധി. എന്നാൽ ആ ബുദ്ധി കമ്പ്യൂട്ടർ ഇവിടെ പ്രവേശിക്കുമ്പോൾ അവന് ബ്ലൂ ബ്രെയിൻ കിട്ടുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. ആ കരമൊന്ന് ഉയർത്തിയാട്ടെ, വലത് കരം. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ പൗരത്വമോ ലാപ്ടോപ്പിലല്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. കരമുയർത്തുന്നവർക്കായി അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 സയൻസ് യെരുശലേമിലേക്ക്. 1 ലാപ്ടോപ്പിനകത്ത് സാത്താൻ്റെ പ്രതിമ, അതിനു മുമ്പ് നാഥൻ്റെ മുഖം. 2 അവന് മനുഷ്യനെ കൊല്ലുവാൻ പ്രത്യേക ബ്രെയിൻ ലഭിക്കും. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. കടക്കാം. യെരുശലേമിൻ്റെ ആലയം റോബോട്ട് വരുമോ? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ പടപട വായിച്ചെന്നാട്ടെ. വേഗത്തിൽ ഇടവേളയിലേക്ക്. വെളിപ്പാട് 6:1-2. കുഞ്ഞ് വായിച്ചെന്നാട്ടെ. വെളിപ്പാട് 6:1-2. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ വരിക 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. വെള്ളക്കുതിര ദൈവസഭ എടുക്കപ്പെട്ടാൽ സമാധാനത്തിന്റെ പുറമോടി. വായിച്ചാട്ടെ. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. കിടക്കുന്ന അവന് ലോകഭരണം കിട്ടും. സഖാവ് പിണറായി ഇവിടെ വരുമ്പോൾ പുഷ്പകിരീടം വില്ലുമൊക്കെ സഖാക്കൾ കള്ളിക്കാട് കൊടുക്കുന്ന ലോകഭരണം ഒരുവന്റെ കയ്യിൽ. അടുത്തത് അവനൊരു കിരീടവും ലഭിച്ചു. അടുത്ത വാക്ക്, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇവിടെ ദൈവമക്കൾ 15 മിനിറ്റ് ശ്രദ്ധയോടെ ഇരിക്കണം. ഇടവേളയിലേക്ക്. ചിന്ത മാറിപ്പോകരുത്. ഇന്ന് ഒരു അന്താരാഷ്ട്ര പ്രശ്നമുണ്ട്. യെരുശലേമിന് ദൈവാലയമില്ല. എല്ലാവരും ഇത് കേൾക്കണം. നിങ്ങൾ നല്ല ബൈബിൾ പഠിക്കണം. 1-ാമത്തെ ആലയം സമാഗമന കൂടാരം, കതിരമരം കൊണ്ട് മോശയാൽ അടുക്കുമണിയായി. പ്രാകാരം വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അത് മരുഭൂമിയിൽ നിന്ന് പോയി. 2-ാമത്തെ ആലയം ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം. അത് BC 606 നെബൂഖദ്നേസർ യഹൂദന്റെ സിനഗോഗ് തകർത്തു. 3 കോരശന്റെ നെശയ്യ 45. അതിനുശേഷം യസ്രാ, നഹമ്യാവ്, സെരുബ്ബാബേൽ
അവരാൽ ആലയം പണിതു. ഇനി അടുത്ത കാര്യം, ആലയം തകർന്നില്ല. ഹേരോദാവിന്റെ ഒത്താശയിൽ 46 വർഷം കൊണ്ട് ദേവാലയം പണിയുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, എൻ്റെ യേശു ആ ദൈവാലയത്തിൽ വന്നു. ആ ആലയത്തിന്റെ പണി കാണിക്കുമ്പോഴാ യേശു പറഞ്ഞ് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. എല്ലാ മക്കളും ശ്രദ്ധിക്കണം. അന്തിമ യുദ്ധം ഇസ്രായേലിലേക്ക്. അതിന്റെ ബാക്കി ഭാഗം നാളെ റഷ്യായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയിരിക്കണം. ഈ യോഗത്തെ നിങ്ങൾ അവഗണിക്കരുത്. കർത്താവിന്റെ പേര് ഏറ്റവും അടുത്തുപോയി. അതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് യെരുശലേമിന് ദൈവാലയമില്ല. യേശു AD 30 പറഞ്ഞു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. AD 68 ടൈറ്റസ് എന്നൊരു രാജാവ്, അവൻ്റെ അടുത്ത് ആരോ പറഞ്ഞ് യെരുശലേം ദേവാലയത്തിൻ്റെ അടി സ്വർണവും പവനും ഒക്കെ ഉണ്ടെന്ന്. ആഫ്രിക്കയിൽ ആനയായിട്ട് തകർക്കാൻ വന്ന എല്ലാവരും ഈ കാര്യം കേൾക്കണം. വരവാ. ആ സമയത്ത് അവൻ 68 പട്ടാളക്കാരെല്ലാം അവിടെ നിർത്തി യെരുശലേമിൻ്റെ താഴ്വരയിൽ കൂടി ആലയം ആക്രമിക്കുവാൻ പദ്ധതി വെക്കുന്നു. ആലയം ആക്രമിക്കുവാൻ പദ്ധതി വെച്ചപ്പോൾ ഒരു വാർത്ത കേട്ടു. എന്താ വാർത്ത എന്നറിയാമോ? അവൻ്റെ അപ്പൻ മരിച്ചുപോയി. ആ സമയത്ത് എന്താ ചെയ്തതെന്നറിയാമോ? അവര് ഈ യെരുശലേം ദൈവാലയത്തിൽ യേശുവിൻ്റെ പ്രഭാഷണം കേട്ടവരുണ്ടായിരുന്നു. അവൻ തിരിച്ച് സൈന്യമായി. അവർക്ക് പിടികിട്ടി. എന്താണെന്നറിയാമോ? ഈ ദൈവാലയം തകരാൻ പോവുകയാണ്. 68 വചനം കേട്ടവർ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ പെല്ലായിലെ മലയിലേക്ക് ഓടിപ്പോയെങ്കിൽ ഇവിടെ 3-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വചനം കേട്ടവർ നിത്യതയിൽ എടുക്കപ്പെടും. ഇസ്രായേൽ അടയാളം. ഇനി അടുത്തത് AD 70 ടൈറ്റസ് തിരിച്ചു വന്നു. ടൈറ്റസ് തിരിച്ചു വന്നതിന് ശേഷം ആലയം തകർത്തു. ഇന്നെന്താ ആലയത്തിൻ്റെ പ്രത്യേകത? ആലയത്തിന് ഒന്നുമില്ല. 2 കാര്യങ്ങളേ ഉള്ള ആലയത്തിൽ. 1 കിഴക്കേ വാതിൽ, ആ വാതിലിൻ്റെ കാര്യം പുറകെ. 2 വിലാപമതിൽ. അതിലാ മോശയുടെ കുഞ്ഞു മക്കൾ തലയിടിച്ച് കരഞ്ഞ് ചുരുളെഴുതി വെക്കുന്നത് നിങ്ങളുടെ മൊബൈലിൽ കാണാം. മോശയുടെ മക്കളുടെ പേരാ. അവരുടെ ഗോത്രമാ ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരി കറുത്ത കുഞ്ഞു മക്കൾ. മോശയുടെ തലമുറ. അവന്മാരായി കറുത്ത പാൻറ്റും കറുത്ത ഉടുപ്പ്, തലേ തൊപ്പിയിട്ട് യഹൂദൻ, മെസ്സിയാനിക് ജൂയിസ് എന്നാ പറയുന്നത്. അവനായി എവിടെ വന്ന് തലയിടിക്കുന്നത്? വിലാപം. അതിൽ ആലയമില്ല. ഇനി അടുത്ത കാര്യം നിങ്ങൾ കേൾക്കണം. കർത്താവ് മടങ്ങി വരുമോ? 1967 കഴിഞ്ഞപ്പോൾ 1975 ജോർദാനിലെ ഹുസൈൻ രാജാവ് ഈ കിഴക്കേ വാതിലിൻ്റെ പൂട്ടൊന്ന് തുറക്കാൻ നോക്കി. രാജാവ് വീണതല്ലാതെ വാതിലിൻ്റെ പൂട്ട് തുറന്നില്ല. ബൈബിളിനകത്തുണ്ട്, കുഞ്ഞ് വായിക്കണ്ട. എസെക്കേൽ പ്രവചനം 44:1-2. യെരുശലേം ദൈവാലയത്തിന്റെ കിഴക്കേ ദർശനമുള്ളിടത്തേക്ക് സ്വർഗം എന്നെ കൊണ്ടുപോയി. എസെക്കേലിനോട് പറഞ്ഞു, ഈ വാതിൽ ആരും തുറക്കരുത്. യഹോവയായ കർത്താവ് ഇതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് ഈ വാതിൽ ആരും തുറക്കരുത്. അതുകൊണ്ട് അമ്മമ്മേ, സഹോദര, നമ്മുടെ ബൈബിളിനകത്ത് സങ്കീർത്തനം 24 വാതിലിൽ കൂടി ഒരുവൻ മടങ്ങി വരും. സങ്കീർത്തനം 24 വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും കരമുയർത്തുന്നവർക്കായി പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ യേശു മടങ്ങി വരും. സ്വത്രം. ഇന്ന് രാത്രി ദൈവാലയം പണിയാനെല്ലാം ശരിയായി. 10 മിനിറ്റ് ശ്രദ്ധയോടെ. അതിൽ ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ ദൈവാലയം പണിവാൻ ജെറുസലേമിനകത്ത് 13 കാര്യങ്ങൾ നടന്നു. ഞാൻ വാക്യം പറയുന്നത് കുഞ്ഞുങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ 13 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ജെറുസലേമിൽ ദൈവാലയം പണിയുവാൻ, ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി ട്രംപ് പള്ളി പണിയുവാൻ. ഇത് അന്തിമ യുദ്ധം. ലോകം വിട്ടുനിന്നു. US ജെറുസലേമിൽ എംബസി തുറന്നു. ഇന്ന് രാജ്യങ്ങൾ മുഴുവൻ മോഡി സാർ എംബസി ജെറുസലേമിലേക്ക് ആക്കാൻ പോന്നു. ടെല്ലവീവ് മാറുന്നു. ദാണ്ട് ഇസ്രായേൽ ഇനി ജൂതരാഷ്ട്രം ദാ കിടക്കുന്നു. സ്വത്രം. 3 കാര്യമായി. 4, ഇന്ന് രാത്രി നാരകത്തിന് കൂടി കൺവെൻഷൻ നടക്കുമ്പോൾ $60 ലക്ഷം $3 ബില്യൺ ആലയത്തിന് വേണ്ടി യഹൂദൻ പിരിച്ചു. 5, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൊട്ടേഷൻ കൊടുത്തു. ടീമാൻ ബയർ. 6ാമത്തെ കാര്യം, നിങ്ങൾ ശ്രദ്ധയോടെ, 44 ദിവസം കൊണ്ട് പണിയാനുള്ള ബ്ലൂ പ്രിന്റ്. 7ാമത്തെ കാര്യം, യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ചുവന്ന പശുക്കുട്ടികൾ ഇതാ കിടക്കുന്നു. മോൻ അത് കൊടുക്കണം. ലൈവ് ഇതാ കിടക്കുന്നു. യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ചുവന്ന പശുക്കുട്ടികൾ. 8, നമ്മുടെ കണ്ണമൂല CSI സെമിനാരി ഉള്ളല്ലോ. യെരുശലേം ദൈവാലയം പണിഞ്ഞാൽ അതിനെ ക്ലിയർ കട്ട് ചെയ്യുവാൻ ഒരുവൻ വരണം. ആര് വരണം? ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ ഒരു പോലീസ് മേധാവി വരണം. റോണി അൽ ഷക്കർ. 9ാമത്തെ കാര്യം, CSI സെമിനാരി ഉള്ളതുപോലെ 200 കുഞ്ഞുങ്ങളെ യഹൂദൻ്റെ തൽമൂദ് പഠിപ്പിക്കുന്നു. 10ാമത്തെ കാര്യം, യഹൂദൻ്റെ ആലയത്തിൻ്റെ ബ്ലൂ പ്രിന്റ് സകല യഹൂദൻ്റെ കമ്പ്യൂട്ടറിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ. 11ാമത്തെ കാര്യം, യെരുശലേമിൽ നിന്ന് ഈ ഹല്ലേലൂയ ആലയം പണിതാൽ ഒരു ലേവി ഗോത്രത്തിലുള്ള പുരോഹിതൻ മാർപ്പതക്കം അണിഞ്ഞു വേണം നടത്താൻ. മെഡിറ്ററേനിയൻ കടലിൽ ഒച്ചിലെടുത്തി. അത് കഴിഞ്ഞിട്ട് 12ാമത്തെ കാര്യം, ഇന്ന് അവർ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ചുവന്ന പശുവിനെ അറക്കുന്നു. ആ ഫെസ്റ്റിവലിൻ്റെ പേരാ ഹനൂക്ക ഫെസ്റ്റിവൽ, ഇസ്രായേൽ. 13ാമത്തെ കാര്യം, ഇസ്രായേൽ പലസ്തീൻ ഹമാസ് നടന്നപ്പോൾ
ഒരുവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, സകലർക്കും ഇസ്രായേലിലേക്ക് മടങ്ങി വരാം. കരമുയർത്തുന്നവർക്കായി അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ സകല ജാതിയുടെ ഇടയിൽ മരിക്കും, ഒരു മണി പോലും ശിക്ഷിക്കത്തില്ല. 14-ാമത്തെ കാര്യം, ഇന്ന് രാത്രി നമ്മളിവിടെ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കേൾക്കണം, ഈ സന്ദേശം നിങ്ങൾ അവഗണിക്കരുത്. 14-ാമത്തെ കാര്യം, യഹൂദന് വേണ്ടി ഒരു ആലയം പണിയുവാൻ കാണിക്കയിടുവാൻ സ്വോത്ര കാഴ്ച വീട്ടിൽ കൊണ്ട് കൊടുത്തു. കോവിഡ് കാലം. പുറപ്പാട് പുസ്തകം 30:12-13 പടപട വാക്യം കമ്പ്യൂട്ടറിലേക്ക് ഞങ്ങൾക്ക് പോവാ. പുറപ്പാട് 30:12-13 വായിച്ചിട്ട് മക്കളെ. മൈക്ക് ക്ലിയർ ആയിട്ട് മൈക്ക് കൂടെ. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യ ബാധ ഉണ്ടാകാതിരിക്കാൻ അവരിൽ ഓരോരുത്തൻ താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. പള്ളിയിൽ കാണിക്കണമെന്ന് എല്ലാവരും ബൈബിള് തുറന്നാട്ടെ. അടുത്ത വാക്ക്, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കുപ്രകാരം അരശേക്കൽ കൊടുക്കണം. കിടക്കുന്ന 50 പൈസ നാണയം. 48 മെയ് 14 ഇസ്രായേൽ സ്വതന്ത്രമായത്. 47 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായത്. അന്ന് ഇന്ത്യ 1 പൈസ, 2 പൈസ, 5 പൈസ, 10 പൈസ, പാസ്റ്റർമാർക്കറിയാം 50 പൈസ, 1 രൂപ. ഇന്ന് 50 പൈസയില്ല, 25 ഇല്ല. സന്തോഷമില്ലല്ലോ, എല്ലാം പോയി. ഇന്ന് 1 രൂപ, അതും പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചോ. സ്വോത്രം. അതും വേണ്ട. ഇപ്പം കള്ളിക്കാട് ചായ കുടിച്ചാൽ ചായ കുടിക്കുന്നവൻ ചോദിക്കുന്ന, പാസ്റ്ററെ ഗൂഗിൾ പേയിലോട്ട് അടിച്ചേക്കാൻ കീക്കി കൂക്കു. ഒരു ചായ 1 വട 20 രൂപ. സ്വോത്രം. ഒന്നും വേണ്ട, രണ്ടും വേണ്ട. എവിടം വരെ എത്തി? അങ്ങനെയെങ്കിൽ ഇസ്രായേലിൽ 1 രൂപയുടെ നാണയമുള്ളായിരുന്നു. കോവിഡ് കാലത്ത് എല്ലാവരും കേൾക്കണം. മോളൊരു വാക്യം കൂടെ വായിച്ചു തരണം അതിനോട് ചേർന്ന്. കോവിഡ് കാലത്ത് ഇസ്രായേൽ ഗവൺമെൻറ് ഒരു കാര്യം അടിച്ചു. 50 പൈസയുടെ ഷെക്കേൽ എല്ലാ 20 വയസ്സിൽ മേലുള്ളവർക്കും വീട്ടിൽ കൊണ്ട് കൊടുത്തിരിക്കുക. പെട്ടി സൂക്ഷിക്കണം. പള്ളി തുറന്നാൽ കാണിക്കയിടാൻ ആലയം യഹൂദൻ എല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. വായിക്കാം, ക്ലിയറായി. അടുത്ത വാക്ക് മോൾ എടുത്താട്ടെ. ശേക്കേൽ എന്നത് 20 ഗേര. വഴിപാടായിരിക്കണം. അടുത്ത വാക്ക്, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനും മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. ദാണ്ട പള്ളി കൊണ്ടുപോയി കാണിക്കണം. എല്ലാവരും ഈ വാക്യം കേൾക്കണം. അതിന് ഈ അരശേക്കൽ തന്നെ കൊടുക്കുന്നത് ഇസ്രായേലിന്റെ നിയമമാ. പണമുള്ളവൻ കൂടുതൽ ഇടരുത്, പണമില്ലാത്തവനും കൂടുതൽ ഇടരുത്. 2 പേരും ഒറ്റ തൂക്കമിടണം. ഇതാ കിടക്കുന്നു. അടുത്ത വാക്കൂടെ നാട്ടുകാർ കേൾക്കണം. കാലം തീരാറായി. ഇനി ആരും നെയ്യാർ ഇത് പ്രസംഗിക്കത്തില്ല. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ, ആലയത്തിൽ യാഗെന്ന ദൈവത്തിന് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശേക്കലിൽ അധികം കൊടുക്കരുത്. അത് പറഞ്ഞ കള്ളിക്കാട്ട ഏറ്റവും വലിയ പൈസക്കാരൻ അരശേക്കലിന് വരെ 50 ശേക്കൽ ഇടരുത്. അതുകൊണ്ട് ട്രഷറിയിൽ നിന്ന് അടിച്ചു കൊണ്ടു കൊടുത്തിരിക്കുന്ന നാണയം ധനവാൻ. അടുത്തത്, ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു കണക്ക് പ്രകാരം അരശേക്കൽ നാണയം ആലയത്തിനകത്ത് കാണിക്കയിടാൻ കൊണ്ടുവച്ചെങ്കിൽ യഹൂദൻ ഒരാലയം താമസം വിനാ വരാറായി. എന്നാൽ നാരകത്തെ കൂടി പ്രസംഗം കേൾക്കുന്ന ദൈവമക്കൾ പറയണം, 2 ആലയം ഒരേ സമയം ഭൂമിയിൽ കാണത്തില്ല. യഹൂദന്റെ ആലയം പണിഞ്ഞ് അതിനകത്ത് കാണിക്ക വീഴുന്നതിന് മുമ്പ് ഇവിടുന്നൊരു കൂട്ടം എടുക്കപ്പെടും. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആരംഭിക്കുന്ന ദൈവാലയം കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയോ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പത്രോസേ, നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ട്, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞാൻ അഴിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കരങ്ങളിൽ തരുന്നു. സ്വോത്രം. അന്നത്തെ പത്രോസ് ലീഗയുടെ പ്രസംഗം കേട്ട് 3000 പേർ വെള്ളത്തിൽ മുങ്ങി സഭയോട് ചേർന്നെങ്കിൽ ആ സഭയെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും. കരമുയർത്തുന്നവർക്കായി ഈ തലമുറയിൽ അവിടെ ആലയം ഉയരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരും. 2 വാക്യം കൂടെ വായിച്ചാട്ടെ. ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്ക്. വായിക്കാൻ ദാനിയേൽ പ്രവചനം 12:11. ആരാ സത്താൻ? ദാനിയേൽ 12:11 വായിച്ചാട്ടെ. ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. വായിക്കാൻ മോളെ. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും, ഇന്ന് ആലയമില്ല, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന കമ്പ്യൂട്ടറിനെ അവിടെ കൊണ്ടുവരും. അടുത്തത്, പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം മതി. ദൈവസഭ എടുത്തപ്പെട്ടാൽ 3.5 ദിവസം ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്ക്. ഈ കമ്പ്യൂട്ടറിനെ യഹൂദം വണങ്ങോ റോബോട്ടിന്റെ മൂത്ത ചേച്ചിയെ കൊണ്ടുവരുമെന്ന്. സ്വോത്രം.
മോശയ്ക്ക് ദൈവം ഒരു കൽപ്പന കൊടുത്തായിരുന്നു. വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 20:4. മേലാകാശത്തിലും കീഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലും യാതൊന്നിൻ്റെയും വിഗ്രഹത്തെ വണങ്ങരുത്. ഇവിടെ ഒരു മിനിറ്റ് ഒരു കഥ നിങ്ങൾ കേൾക്കണം. പഴയ നിയമത്തിൽ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. 1 മോശ, 2 അഹരോൻ. എല്ലാവരും കേൾക്കണം. മോശ എവിടെ പോയെന്നറിയാമോ? പർവ്വതത്തിലേക്ക് പോയി. സഭ ആരെ ഏൽപ്പിച്ചു? അഹരോനെ ഏൽപ്പിച്ചു. അഹരോൻ കയ്യടിയും തമ്പേറും ഒക്കെ വിട്ടുപോ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. കേട്ടോണം. എന്താ? മോശ വിസയും കഴിഞ്ഞ് താഴെ വന്നപ്പോൾ ദൈവജനം കാളക്കുട്ടിയുടെ മുൻപിൽ കെട്ടഴിഞ്ഞ് കിടന്ന് വിഗ്രഹത്തെ വണങ്ങുന്നു. മോശയോട് സ്വർഗം. മോശ കരഞ്ഞുപോയി. തൻ്റെ ചങ്കില വില കൊടുത്ത ആലയം ദൈവകുഞ്ഞുങ്ങൾ. മോശയോട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം പറയണം. യഹോവയുടെ പക്ഷത്തുള്ളവർ നിന്റെ അടുക്കൽ വരണം, കരമുയർത്തണം. പുറപ്പാട് 32. അന്ന് രാത്രിയിൽ ഒരു സംഭവം നടന്നു. പാളയത്തിനകത്തൊരു പടവട്ടുണ്ടായി. വീട്ടിൽ ചെന്ന് വായിച്ചാൽ 32:28. പഴയ നിയമത്തിൽ ആരാധനയ്ക്ക് വേണ്ടി 3000 പേർ പട്ടുവീണു. കരമുയർത്തുന്നവർക്കായി സത്യത്തിൻ്റെ ആരാധന വിട്ട് വിഗ്രഹത്തിൻ്റെ ആരാധനയിൽ പോയ 3000 പേർ പഴയ നിയമത്തിൽ പട്ടുപോയപ്പോൾ പെന്തക്കോസ് പെരുന്നാളിൽ പത്രോസ് ലീഗയുടെ പ്രസംഗം കേട്ട് 2500 അല്ല, 3005 അല്ല, 2900 അല്ല, കറക്റ്റ് 3000 പേർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കരമുയർത്തിയെങ്കിൽ അവരുടെ ശക്തി വ്യാപരിച്ചവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഈ സഭയെ ചേർക്കാനാ. സ്വോത്രം. ഇന്ന് രാത്രി എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയെ വണങ്ങത്തില്ല. അടുത്ത വാക്ക് വായിക്കാം. അവൻ അവിടെ നിന്ന് സംസാരിക്കും, ഗൂഗിൾ സംസാരിക്കുന്നത് പോലെ. ഇടവേളയിലേക്ക് നമ്മുടെ ദാനിയേൽ 12:11 വായിച്ചു. 2 തെസ്സലോനിക്കർ 2:4. യവൻ ദൈവാലയത്തിലിരിക്കുക. റോബോട്ട് വായിച്ചാട്ടെ. ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ഗൂഗിൾ വഴി പറയുന്ന പോലെ വരുന്നവരടുത്ത് പറയും എന്നെ വണങ്ങിക്കോളാൻ. വായിച്ചാട്ട്. ദൈവമെന്ന് നടിച്ച് ഞാനാ ഇപ്പോഴത്തെ ദൈവം. അടുത്തത് ദൈവമെന്നോ പൂജാ വിഷയം എന്നോ പേരുള്ള. എനിക്ക് നിങ്ങൾ മാലയൊക്കെ ഇട്ട് നല്ല ക്ലിയർ ആയിട്ട് ഞാൻ ഇപ്പൊ കാര്യം നിൽക്കുന്നത്. സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അതാ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. മോള് മത്തായി 24 പറയുമ്പോൾ വായിക്കണം. ഇടവേളയിലേക്ക് ഇന്ന് രാത്രി കേട്ടോണേ. എന്താ പറഞ്ഞു തരാം? യേശു കാൽവരിയുടെ കൊലക്കളത്തിൽ തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തു. കരമുയർത്തണം. എന്താ യേശു പറഞ്ഞത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഇതിനെതിരായിട്ട് വരുന്നവനായി എതിർ ക്രിസ്തു, യേശുവിനെതിരെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. അപ്പം 2 കാര്യം നിങ്ങൾ കേട്ടോണം. ഇതിനുശേഷം ഇടവേള. ഇന്ന് രാത്രി പിന്നെ 9G പറയുമ്പോൾ ഇന്ന് നിർത്താം. ബാക്കി നാളെ. പ്രിയപ്പെട്ടവരെ, യെരുശലേം ദൈവാലയം പണിയും. റോബോട്ടിനെ കൊണ്ടുവെക്കും. 1 റോബോട്ടിനെ യഹൂദൻ വണങ്ങത്തില്ല. 2 യഹൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട്, പന്നി. അവൻ ആദ്യം ചുവന്ന പശുവിനെ കൊണ്ടുവരും. ചുവന്ന പശുവിനെയൊക്കെ താൽക്കാലികമായി കാണിക്കും. പിന്നെ യഹൂദന് വെറുക്കപ്പെട്ട പന്നിയെ കൊണ്ടുവരും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ആൻറ്റി ക്രൈസ്റ്റ് സിറിയ എന്നാണ് വരുന്നത്. സിറിയ എന്ന് വരുന്ന സ്തോത്രം എതിർ ക്രിസ്തു. പണ്ടൊരു കഥയുണ്ട്. സിറിയയിൽ ഒരു രാജാവുണ്ടായിരുന്നു, അന്തിക്കോസ് എപ്പിഫാനോസ്. അവൻ ഒരിക്കൽ ഈജിപ്തിനെ ആക്രമിക്കാൻ വന്നു. ഈജിപ്തിനെ ആക്രമിച്ച് തിരിച്ചു പോയി ഇസ്രയേൽ വഴിയാ. ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. 2ാമത് അവൻ ആരെ ആക്രമിച്ചു? ഇസ്രയേലിനെ ആക്രമിച്ചു. ആരാ? അന്തിക്കോസ് എപ്പിഫാനോസ്, സിറിയാക്കാരൻ. അന്നത്തെ കാലത്ത് യഹൂദന്റെ വായിൽ പന്നിയുടെ രക്തം ഒഴുത്തു പന്നിയുടെ മാംസം ഉപ്പല്ലി കയറ്റി. ഇന്ന് രാത്രി അടുത്ത വാക്ക് കേട്ടോണേ. ഇന്നലെ ഞാൻ പറഞ്ഞു സിറിയയിൽ നിന്ന് ദാൻ വഴിയിൽ ഒരു പാമ്പ്, പാതയിൽ ഒരു സർപ്പവും. സിറിയയിൽ നിന്ന് വരുന്ന ആൻറ്റി ക്രൈസ്റ്റ് ആദ്യം വെള്ളക്കുതിര, സമാധാനം. എല്ലാവർക്കും ഞങ്ങളുടെ കണക്ക് സമാധാനം. പിന്നെ പ്ലേറ്റ് മാറ്റും. 1 മൂത്ത റോബോട്ട്. 2 യഹൂദന്റെ ആലയത്തിൽ പന്നിയെ കൊണ്ടറക്കും. അപ്പോൾ പന്നിയുടെ രക്തം വീഴും. അതുകൊണ്ട് ഞങ്ങളുടെ യേശു അപ്പച്ചൻ പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു. കരമുയർത്തുന്നവർക്കായി. നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. 1 ഇന്ന് രാത്രി കേട്ടോണം. യഹൂദന്റെ ആലയത്തിൽ റോബോട്ടിനെ വെക്കും. അവൻ വണങ്ങത്തില്ല. അന്ന് അവൻ്റെ കഴുത്ത് വെട്ടും. 2 യഹൂദന്റെ ആലയത്തിൽ പന്നിയുടെ രക്തം ഒഴിക്കും. പന്നിയുടെ രക്തം യഹൂദൻ കുടിക്കത്തില്ല. അന്ന് അവൻ്റെ കഴുത്തറത്ത് താഴെ വീഴും. ആ രക്തസാക്ഷികളുടെ പേര് പീഡാകാല രക്തസാക്ഷികൾ. കരമുയർത്തിയാട്ട്. ദൈവസഭ എടുക്കപ്പെടുമ്പോൾ അന്ന് ഈ യഹൂദൻ നിലവിളിക്കും. എൻ്റെ പ്രഭാഷണത്തിൻ്റെ 2ാം ഭാഗം വായിക്കാൻ മോളെ. മത്തായി 24:15-16. എന്നാൽ ദാനിയേൽ പ്രവാചകൻ വായിച്ചാട്ട്.
എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, റോബോട്ട് വിശുദ്ധ സ്ഥലം യഹൂദന്റെ ആലയ സിനഗോഗ് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഇസ്രായേൽ മക്കൾ നിലവിളിച്ചോടുന്ന കാലം കരമുയർത്തി പറ, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ വന്നവരെ കല്ലെറിയുകയും ചെയ്ത യെരൂശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിന് ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ചു കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ലായിരുന്നു. ഇന്ന് രാത്രി യഹൂദൻ നിലവിളിച്ചോടുന്ന കാലം ഇടവേളയിലേക്ക് ആലയത്തിനകത്ത് റോബോട്ട് വരും. ആ റോബോട്ടിനെ വണങ്ങത്തില്ല. എന്നാൽ മൈലക്കഴ പൂഴനാട് നാരകത്തിൻ കൂടി പറയണം, അവിടെ റോബോട്ട് ദൈവാലയത്തിൽ വരുന്നതിന് മുമ്പ് എൻ്റെ നാഥൻ്റെ കാഹളനാദം തൻ്റെ സഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. അമ്മച്ചിമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ ശ്രദ്ധിക്കണം. ആന്റി ക്രൈസ്റ്റിന്റെ മിലിറ്ററി ഉണ്ട്. പന്നിയുടെ രക്തം വായിൽ കൊള്ളാത്തവര്, ഇന്നത്തെ IS-ന്റെ മിലിറ്ററികൾ എന്തോയോ വന്ന് കഴുത്തറക്കും. സ്വോത്രം. യഹൂദന്റെ തല അവിടെ വീടും, പീഡാകാല രക്തസാക്ഷികൾ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, ആ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ഭാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടി തന്നു. എൻ്റെ മുഖരോഗമങ്ങൾ പിച്ചു ചിന്തി. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഒരു പടയാളി സൈന്യാധിപന്റെ കയ്യിൽ കുന്തം മേടിച്ച് എൻ്റെ യേശു അപ്പച്ചൻ്റെ ചങ്കിനകത്ത് കുത്തിയപ്പോൾ 6 ലിറ്റർ രക്തം ഒഴുകിയെങ്കിൽ യഹൂദന്റെ ആലയത്തിൽ പന്നിയുടെ രക്തം വീഴുന്നതിന് മുമ്പ് യേശുവിന്റെ ചങ്കിലെ ചോരയോ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ നാഥൻ വരാറായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ കരമുയർത്തുന്നവർക്കായി ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ നാഥൻ വരാറായി. നാരകത്തിൻ കുഴിയെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിൻ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട 1.25 1.5 2 ഏക നാമ. ഇന്ന് രാത്രി വായു ബഗനോ आज रात को इसी संदेश सुनने वाला है. आप लोग किधर भी बैठेगा, पगाड़ नहीं जाने का, पैसा खर्चा करने का नहीं. आप लोग जिधर भी बैठ के अपना दिल पर हाथ रख के इसी बात बोलना मांगता. इसी 2000 साल का पहले मेरा परमेश्वर उनका बच्चा यीशु मसीह को धरती में भेज दिया. उनका 2 छोर का अंदर कालवरी का पगाड़ का गंदा उनका खून निकल दिया. उनका खून को मेरे को सफाई करो. किसी भाई बेटा बहन आज हाथ उठाएगा, आपका ना जीव का पुस्तक किताब में डालेगा. जीव का किताब में जो नाम डालने वाला को दोपहर को पकड़ने के लिए मेरा യേശു ആയേഗാ. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഞാൻ ഹിന്ദി പറയാൻ കാര്യമുണ്ട്, നിർത്താൻ പോകും ഇടവേള. പിന്നെ 15 മിനിറ്റ് മതി. ഞാൻ പിറവത്തിനകത്തൊരു കൺവെൻഷനും പ്രസംഗിക്കാൻ പോയി. പിറവത്തിന് IPC-കാരുടെ കൺവെൻഷനാണ്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ക്ഷീണം. ബസ് യാത്ര ഇറങ്ങിട്ട് ഗോഡ്സൺ പാസ്റ്റർ സ്വോത്രം അവിടെ ഇറങ്ങിയപ്പോൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ മൊത്തം ഹിന്ദിക്കാർ. ആ ചായക്കടയിലെ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഇവരെവിടെ? അയ്യോ, ഇവിടെ താമസിക്കുന്ന തൊഴിലാളികൾ, ഇവരെല്ലാം ഹിന്ദിക്കാരോ. അന്ന് രാത്രി പ്രസംഗത്തിൽ കുറച്ച് ഹിന്ദിക്കാരും പറഞ്ഞ് 2 ദിവസം യോഗമുണ്ട്. യോഗം കഴിഞ്ഞപ്പം 8 ഹിന്ദിക്കാർ വന്നിരിക്കുക. അമാരെ ലിയെ കോൻ ബാത് കിയാന്ന്, ഞങ്ങൾക്ക് വേണ്ടി ആരാ സംസാരിച്ചതെന്ന്. സ്വോത്രം. ഞാനാ സംസാരിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ബായി കല്ലാ ബാജാവു. ഞാൻ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, എവിടുന്നെങ്കിലും കുറച്ച് ഹിന്ദി ബൈബിൾ കൊണ്ടുവരണം, യവന്മാർ നാളെ വരും ഹിന്ദി കേട്ടോണ്ട്. സ്വോത്രം. എന്തായാലും പാസ്റ്റർ എറണാകുളത്ത് പോയി 10-20 എണ്ണം കൊണ്ടുവന്ന് പിറ്റേന്ന് കുറച്ചുകൂടെ ഹിന്ദി പറഞ്ഞു. യോഗം കഴിഞ്ഞപ്പം 16 ഹിന്ദിക്കാരുണ്ടായിരുന്നു. ഗോഡ്സൺ പാസ്റ്റർ ഹിന്ദി ബൈബിൾ കൊടുത്ത് പ്രാർത്ഥിച്ചു. ഇതെവിടെങ്കിലും കൊണ്ടുവച്ചാൽ എന്നെങ്കിലും അവൻ രക്ഷിക്കപ്പെടും. സ്വോത്രം. കാര്യം പിടികിട്ടിയവർക്കായി. ഇന്നിവിടെ ഹിന്ദി പറയാൻ കാര്യം, ഈ ഹിന്ദിക്കാർ ജോലിയൊക്കെ കഴിഞ്ഞ് മൊബൈൽ ഇങ്ങനെ ഇരുന്ന് എലി കപ്പയുടെ വെട്ടി മാന്തുന്ന പോലെ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഹിന്ദി പറയുന്നത്. അപ്പോൾ അവൻ കേൾക്കും യേശു രക്ഷകനെന്ന്. ചിലപ്പോൾ ഒരുപക്ഷെ അത് കേട്ടിട്ട് അവൻ്റെ കരമുയർന്നാൽ ഇന്ന് രാത്രി ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ഇത് നിത്യതയിലെത്തിക്കുന്ന വചനം, ഇത് നിത്യതയുടെ വചനം. അപ്പച്ചാമച്ചേ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? നാളെ ഇവിടെ യോഗം നടന്നവർ ഈ സത്യ സന്ദേശം കേട്ട് ഇന്ന് രാത്രി കർത്താവ് യേശു
ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ അവൻ മേഘാരൂഢനായി വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി വരുന്നു. 9G ഇന്റർനെറ്റ് നമ്മുടെ കാട്ടാക്കടയിൽ ഈ തെരഞ്ഞെടുപ്പിന് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു 6G. കഴിഞ്ഞ ദിവസവും ലോകത്തോട് പറഞ്ഞു 6G. എന്നാൽ ബൈബിളിലുണ്ട് 9G. ലോകം അവസാനിക്കാൻ പോകുന്നു. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. അതിവേഗത്തിൽ 2 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 11:2-3. എതിർ ക്രിസ്തു ദേവാലയം പണിയും, അതിനുശേഷം ജാതികൾ യെരൂശലേമിനെ ചവിട്ടും. വായിച്ചിട്ട് മോളെ വെളിപ്പാട് 11:2-3 വാക്യങ്ങൾ. ആലയത്തിന് ദൈവാലയം പണിയും. റോബോട്ടൊക്കെ അവിടെ കിടക്കട്ടെ. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. യഹൂദനല്ല, ജാതികൾ അവിടെ ചവിട്ടും. അതാ 42 മാസം ദൈവസഭ എടുക്കപ്പെട്ടാൽ അന്ന്. വായിച്ചാട്ട് മോളെ, അവർ വിശുദ്ധ നഗരത്തിൽ 42 മാസം ചവിട്ടും. അതാ ദൈവസഭ എടുക്കപ്പെട്ടാൽ 3.5 വർഷം ഉപദ്രവം, മഹോപദ്രവം. 36 + 6 42. അതാ 3.5 വർഷം. എത്ര ക്ലിയർ ബൈബിൾ പ്രസംഗിച്ച അനവധി സമയം. അടുത്ത വാക്ക്, അന്നു ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. ദാ കിടക്കുന്ന നമുക്ക് വേണ്ടിയല്ല, യഹൂദന്റെ മാനസാന്തരത്തിന് വേണ്ടി 2 സാക്ഷികൾ വരും. അടുത്ത വാക്ക്, അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ദാ കിടക്കുന്ന 3.5 വർഷത്തോളം അവർ പ്രവചിക്കും. ആർക്ക് വേണ്ടി? യഹൂദന് വേണ്ടി. അർത്ഥം, അവൻ സ്വന്തം ജനത്തെ കൈവിടുമോ? ഇല്ല. നമുക്ക് വേണ്ടിയല്ല, യഹൂദന് വേണ്ടി. അതാ യഹൂദൻ ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട്. പഴയ കാലത്ത് പരീക്ഷ എഴുതിയവർ ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ചേച്ചിമാരിപ്പുണ്ട്, ഞങ്ങളുടെ പാസ്റ്റർമാരിപ്പുണ്ട്. അന്ന് A+, B+, A-, C- അല്ല. അന്നത്തെ പരീക്ഷ 210 സ്വോത്രം. അപ്പോൾ പരീക്ഷ കാളി ഈ സാറന്മാർ പരീക്ഷ നോക്കുമ്പോൾ ഒരു സൂപ്പർവൈസർ കാണും. അന്നേരം നമ്മുടെ നാരായണൻകുട്ടി ചേട്ടന് 199 മാർക്കുണ്ട്. അപ്പോൾ സൂപ്പർവൈസറോട് ചോദിക്കുക, സാറേ ഒരു 11 ഇട്ടാൽ അവൻ കടമ്പ കയറ്. സ്വോത്രം. അതിൻ്റെ പേരാ മോഡറേഷൻ. കേട്ട എത്ര പേരുണ്ട്? 5, 4 അങ്ങനെ ഇട്ടായിരുന്നു പലരെയും ജയിപ്പിക്കുന്ന 210. അതുപോലെ ഇന്ന് നമുക്കല്ല, ഇസ്രയേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി അവർ യെരൂശലേമിൻ്റെ തെരുവീതിയിൽ 1260 ദിവസം അവർ രട്ടുടുത്തുകൊണ്ട് നിലവിളിക്കും. ഇനി ആരായി? 2 പേർ. നമ്മുടെ പലരും പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, ഏലിയാവ്. കറക്റ്റാ, മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ്. 2 ചില അച്ചായന്മാർ പറയുന്നു മോശയല്ല. എന്താ പറയാം? മോശ ഒരിക്കൽ മരിച്ചതാം. അത് കഴിഞ്ഞിട്ട് ഇനി മോശ മരിക്കാൻ വരത്തില്ല. ബൈബിളിനകത്ത് ഒരു കാര്യമുണ്ട്. എബ്രായർ 9:27-26. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക്. അപ്പം മോശ ഇസ്രായേൽ ജനത്തിൻ്റെ പാളയത്തിൽ, എല്ലാവരും കേൾക്കണം, ഇത് പഠിക്കേണ്ടതാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പാളയത്തിനകത്ത് ഇസ്രായേൽ ജനത്തെ നയിച്ചു. ചെങ്കടൽ കടന്നു, ജനം പെറുപെറുത്തു. അപ്പം മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. സ്തോത്രം. ആ വടിയെടുത്ത് എന്തോ ചെയ്തു? പാറയടിച്ചു. അതാരാ? ആത്മീയ പാറയിൽ നിന്നല്ലോ നാം കുടിച്ചത്. ആത്മീയ പാറയല്ലോ വഴി നടത്തത്. ക്രിസ്തുവാകുന്ന പാറ. മോശയെ ദൈവം എന്തോ ഇത് അമ്പൂരി കൊണ്ടുവന്നിട്ട് 6 കാണിയും 10 കാണിയും വാഴിച്ചലും കൂട്ടപ്പൂ കൊടപ്പനമൂടും എല്ലാം കാണിച്ചല്ലോ. തേക്ക് പാറയിൽ നിർത്തി മോശയെ കാണിച്ചു. ആ കാണിച്ച മലയുടെ പേരാ പിസ്കാ. കൊടുമുടി കാണിച്ചു. കനാനി മോശ ചവിട്ടിയില്ല. മോശ മരിച്ചടക്കപ്പെട്ടു. അവൻ്റെ ശവശരീരവും കൊടുത്തില്ല. ആ കല്ലറയ ബേത്പെരിയോർ താഴ്വരയിൽ മോശയുടെ ശവം. സ്തോത്രം. എന്താ മോശയുടെ ശവം? ഇസ്രായേലിൻ്റെ പാളയത്തിൽ കൊടുക്കാൻ. ഇവിടെ ദൈവദാസന്മാർ ദാസിമാർ നോട്ട് ചെയ്യണം. 40 വർഷം മോശ ഇസ്രായേലിൻ്റെ പാളയത്തെ നടത്തിയത്. 40 കൊല്ലം. അവൻ്റെ ഡെഡ് ബോഡി ഇസ്രായേലിൻ്റെ പാളയത്തെ കിട്ടിയാൽ കന്യാകുമാരി വരെ, കാശ്മീർ വരെ കുരിശടി പണിയും. സന്തോഷമില്ലല്ലോ. ഞാനൊരു മതത്തെയും കുറ്റം പറയല്ല, കപ്പേളയും പണിയും. അതിൻ്റെ അർത്ഥം അവൻ തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കയില്ല. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രിയും ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ്, പുകഴ്ചയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ്. സ്തോത്രം. അതുകൊണ്ട് മോശ മരിച്ചപ്പോഴേ ഈ പിശാച് വന്ന് ഡെഡ് ബോഡി ചോദിച്ചവൻ കൽപ്പന ലംഘിച്ചതെന്ന്. അന്ന് മീഖായേൽ വാളുമായിട്ട് ഇറങ്ങി. യൂദായുടെ ലേഖനത്തിൽ മോശയുടെ ശവശരീരത്തോട് മത്സരിച്ച പിശാചിനെ ആര് മത്സരിച്ചു? മീഖായേൽ. അതുപോലെ മോശയെ പിന്നെ കണ്ടില്ല. അപ്പം ഈ മോശയുടെ കണക്ക് ഒരുവൻ്റെ ശവശരീരം ആരെ ഏൽപ്പിച്ചില്ല. എല്ലാവരും കേൾക്കണം. മരണാനന്തര ജീവിതം കൂടെ പറഞ്ഞുതരാം. എന്താ സംഭവം എന്നറിയാമോ? ബിൻ ലാഡൻ അമേരിക്കയെ അൽഖ്വയ്ദയുടെ നേതാവായിരുന്നു. അവൻ്റെ ജനനം സൗദിയിലാണ്. 1 പാസ്പോർട്ട്. 2 അവൻ വളർന്നത് തോറാബോറ, അവിടെ പാസ്പോർട്ട്. 3 പാകിസ്ഥാനിലെ അബട്ടാബാദി വെച്ച അമേരിക്ക ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റാണ് ഹെൽപ്പ് ചെയ്തത്. അവനെ കൊന്നത്. അവൻ്റെ ഡെഡ് ബോഡി 3 അടക്കാം. 1 സൗദിയിലടക്കാം,
അഫ്ഗാനിലടക്കാം, പാകിസ്ഥാനിലടക്കാം. ഇംഗ്ലീഷുകാരൻ ബുദ്ധിയുള്ളതാ. അവിടെങ്ങാണ് ഇവൻ്റെ ബോഡി അടക്കിയ ആ കല്ലറ പിന്നെ എല്ലാവരും കൂടെ ചെയ്തത്. അതുകൊണ്ട് ബില്ലാഡിൻ്റെ ബോഡി എവിടെ കൊണ്ടുപോയി? കടലിനകത്ത് കൊണ്ടുപോയി കെട്ടിത്താത്തു. പിന്നെ ആരും കുരിശടി പണിയാൻ പോകത്തില്ലല്ലോ, കാര്യം പിടി കിട്ടിയവർക്കായി. ബില്ലാടൻ്റെ ശവശരീരം മോശയ്ക്ക് ഇതുപോലെ. അപ്പം മോശ എവിടെ മോശ? മറുരൂപമല. കേട്ടവരെന്ന് കരമുയർത്തിയാട്ട ഉയർന്ന മലയിൽ യേശു പോയി. അതാ മരണാനന്തര ജീവിതം. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ. 1, മരണം കാണാതെ കാറ്റിലെടുക്കപ്പെട്ട ഏലിയാവ്. 2, മരിച്ചടക്കപ്പെട്ട മോശ. ആ സമയത്ത് ദൈവത്തിന്റെ ഭക്തന്മാർ പറഞ്ഞു, യേശുവേ ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ. 1 നിനക്കും, 2 മോശയ്ക്കും, 3 ഏലിയാവിനും. അപ്പോൾ ഇതാ മരണാനന്തര ജീവിതം. ശവക്കല്ലേറിൽ അടക്കിയ മോശ നിത്യതയുടെ കവാടത്തിൽ കരമുയർത്തുന്നവർക്കായി മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ്. അപ്പൊ മോശയല്ല ഇനി വരുന്നത്, ഹാനോക്ക ഇനി വരുന്നത്. പഴയ നിയമത്തിൽ മരണം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, പിന്നെ അവനെ കണ്ടില്ല. മോശയല്ല വരുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്. ദി പെന്തക്കോസ്റ്റ് മിഷൻകാർ മുഴുവൻ എൻ്റെ പ്രസംഗം കേൾക്കുന്നത്, അവർ പോലും ഈ പ്രസംഗം കേട്ട് പറഞ്ഞു ഇപ്പോഴാ പാസ്റ്ററെ ക്ലിയർ ആയത്. പലരും പല കാര്യവും പറഞ്ഞു ഇപ്പോഴാ ക്ലിയർ ആയതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ 2 സാക്ഷികളെ എന്ത് ചെയ്യും? അതാ 9G ഇൻ്റർനെറ്റ്. കർത്താവ് അതോടുകൂടി വരും. വായിക്കാം 11 അതിൻ്റെ 7, 8, 9, 10, 11, 12 വാക്യങ്ങൾ. ബൈബിൾ എല്ലാവരും തുറന്നാട്ടെ. 9G ഇൻ്റർനെറ്റ് വായിക്കാം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. ആഴത്തിൽ നിന്ന് യേശു ഉയരത്തിൽ, ആഴത്തിൽ നിന്ന് കയറി വരുന്ന എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ, ആഴത്തിൽ വരുന്ന മൃഗം അവരോട് പടവെട്ടി, അവരെ പട്ടാളക്കാരെ 2 പേരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. ദാ കിടക്കുന്ന അവിടെ ഇട്ട് കൊന്നുകളയും. ഇതാ മോഡി സാർ 6G പറയുന്ന ഞങ്ങൾ 9Gയിൽ എത്തുമ്പോ തീരും. അടുത്ത വാക്ക്, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും ഗോമേറ മിസ്രൈം എന്നും പേരുള്ള മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അവിടെ കിടക്കട്ടെ. മോൾ ഇനി വായിക്കരുത്. കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി. ആ സ്ഥലം എന്തായി? ഇന്ന് സോദോമായി. ആരും തെറ്റിദ്ധരിക്കരുത്. സ്വവർഗരതിക്കാരുടെ തലസ്ഥാനം, ക്യാപിറ്റൽ സിറ്റി, ഗൈ ലെസ്ബിയൻ മാരേജാ ഇന്നത്തെ ജെറുസലേം അല്ലെങ്കിൽ ഇസ്രായേൽ. അവരുടെ കൊടിയുടെ പേരാ LGBTQ. ആരാ? അന്നമ്മ ചിന്നമ്മയെ കല്യാണം കഴിക്കുന്നു, അവറാച്ചാൻ തോമാച്ചാനെ കല്യാണം കഴിക്കുന്നു. സ്വോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട്ടിലോ മറ്റോ എങ്ങാണ്ട് ഒരു പ്രസംഗിച്ചാൽ പറഞ്ഞു, ഇന്നൊരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു സാറ് വിളിച്ച് ക്ലിയറാന്ന് പറഞ്ഞു. സ്വോത്രം. ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ സ്വവർഗ വിഭാഗം. സന്താനത്തെ പ്രത്യുൽപാദനം നടത്താൻ താല്പര്യമില്ല. വാടകയ്ക്ക് കൊച്ചിനെ എടുക്കുന്ന ഇസ്രായേൽ. ബൈബിള് മാറ്റിയ അമ്മമ്മേ, മക്കൾ യഹോവ തരുന്ന ദാനം. കര ഉയരുന്നില്ലല്ലോ ചായ. ഉദരഫലം യഹോവയുടെ പ്രതിഫലം. ഇന്ന് സന്താനമില്ല തമിഴ്നാട്ടിൽ. இந்த நாட்களிலே ഉലകത്തിൽ മുഴുവൻ കടസിക്കാല ചെയ്തികളും കേട്ടിരിക്കുന്ന നാഗർകോവിൽ. അന്ന് പ്രസംഗിച്ചതാ, ഒരു പിള്ളയ്ക്ക് 2 അപ്പായിരിക്കുമെന്ന്. സ്വോത്രം. ആൾക്കാർ ഞെട്ടിപ്പോയി. പാസ്റ്റർ എന്തോ പറയുന്നത്? അവറാച്ചനും തോമാച്ചനും കല്യാണം കഴിച്ചു. ഒരു കൊച്ചിനെ ദത്തെടുത്താൽ അപ്പനും അമ്മയല്ല 2 അപ്പൻ. സ്വോത്രം. അവറാച്ചാനും തോമാച്ചാനും. ചിന്നമ്മയും മറിയാമ്മയും കല്യാണം കഴിച്ചാൽ ഒരു കുഞ്ഞിനെ എടുത്താൽ എന്താവും? ഒരു കുഞ്ഞിന് 2 അമ്മമാർ. അപ്പനില്ല. ഇതാ സോദോമിൻ്റെ പാപം. തീരാൻ പോവുക ലോകം. നിങ്ങൾ വിചാരിച്ച് നല്ലോണം അച്ചായ കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ മിണ്ടുന്നില്ലല്ലോ. ദൈവവചനം നിരസിച്ചാൽ അമ്മണി സിസ്റ്റർ 10 ഇരിക്കുന്ന കത്തി എടുക്കത്തില്ല. അരകല്ലിൻ്റെ മേളിൽ കൊച്ചു പിച്ചാത്തി, ഇഞ്ചി ചിരണ്ടായിരിക്കുന്ന പിച്ചാത്തി എടുത്ത് കോഴിയുടെ മണ്ടയ്ക്കെറി. സ്വോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇത് ദുഷ്കാലമാകയാൽ. പത്രോസ് പറഞ്ഞു, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം അന്ത്യകാലത്ത് സ്വന്തം ഭോഗങ്ങൾക്കൊത്ത പരിഹാസികൾ വചനം തെറ്റിക്ക്. സ്വോത്രം. അതാണ് ഇസ്രായേൽ. പലരും പറയുന്ന വിശുദ്ധ നാടാന്ന്. അതിന് ചില പാസ്റ്റർമാർ പറയും പോരെ അവർക്ക് പണം കിട്ടുന്നുണ്ട്. അവിടെ വിശുദ്ധ നാടൊന്നുമല്ല, എല്ലാം കള്ളും കുടിച്ച് നടക്കുക. സ്വോത്രം. ഇസ്രായേൽ. അവിടെ ഇന്നാളൊരു ഡാൻസ് പാർട്ടി നടന്നപ്പോഴാണ് ഹമാസിൻ്റെ ആൾക്കാർ 400 എണ്ണത്തിനെ കൊന്ന് അതിൽ പാട്ട് പാടിക്കൊണ്ടുവരുന്ന പെങ്കൊച്ചിനെയാണ് നിങ്ങളുടെ മൊബൈലിൽ കണ്ടത്. വണ്ടിക്കകത്ത് കെട്ടി വലിച്ചുകൊണ്ടുപോയത്. ഞാൻ ആക്രമണത്തിന് സന്തോഷമൊന്നുമല്ല. നിശാപാർട്ടികൾ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള സോദോം ഇസ്രായേൽ. കാൽവറി മല മാറിയെന്ന്. ഇപ്പൊ സോദോം എന്ന് ബൈബിൾ പേര്. മൊബൈലിൽ അടിച്ചാൽ നോക്കിയാൽ ഗൈ
മാർച്ച്, ലെസ്ബിയൻ മാർച്ച് പറയാൻ ബുദ്ധിമുട്ടായി. ഇസ്രയേൽ അങ്ങനെ ഒരു സ്ഥലത്ത് എവരുടെ ശവശരീരം കിടക്കും. 9G ഇന്റർനെറ്റ്. അടുത്ത വാക്ക് പ്രസംഗം. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ഇതാ 9G ഇന്റർനെറ്റ്. മോഡി സാർ 6G പറഞ്ഞത്. ലോകം എത്ര? 262 രാഷ്ട്രം. അത് കഴിഞ്ഞിട്ട് 850 കോടി. കുറെ പേര് വരവിൽ, കുറച്ച് പേര് മൂന്നാം ലോകമകായിത്തം. 5-7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്ക് അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, 7 ഭൂഖണ്ഡങ്ങളും 262 രാഷ്ട്രങ്ങളും. ഇസ്രയേലിന്റെ തെരുവീതി കിടക്കുന്ന ജഡം കാണണമെങ്കിൽ ഇവിടെ 4Gയും പോരാ, 5Gയും പോരാ, വരണം അതിവേഗ ഇന്റർനെറ്റ്. കരമുയർത്തുന്നവർക്കായി 9G ഇന്റർനെറ്റ്. സകല വംശക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ജഡം 3.5 ദിവസം കാണും. അതാ ഓൺലൈൻ. പണ്ട് ഇവിടുത്തെ കൺവെൻഷനൊക്കെ എവിടാ? ദാണ്ടി കുഞ്ഞ് വയറും വേണ്ട കയറും വേണ്ട, കീക്കി അടിച്ചാൽ മതി, നാരകത്തിന് കൂടി IPA. ഇപ്പം കാണാം അമേരിക്ക സ്വത്രം. ആ ലോകം മുഴുവൻ കാണും. അത് കാണും. അതാ ഓൺലൈൻ. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഒരു ദിവസം വീട്ടിൽ ടെലിവിഷൻ കണ്ടപ്പോൾ ഒരു വാർത്ത, മോഡി സാർ ജയിച്ചെന്നല്ല, ശ്രീലങ്കയിൽ നിന്ന് ലൈവ്, MLA-യുടെ തല ഉണക്കത്തേങ്ങ വീണെന്ന്. സ്വത്രം. ശ്രീലങ്കയിൽ നെവിടന്മാരായി ഓൺലൈൻ. അത്രയായി ഓൺ സ്പോട്ടായി. ഇനി ഈ ജഡം ഉയർത്തെഴുന്നേൽക്കും. അതാ എന്റെ പ്രസംഗം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ ആന്റിക്രൈസ്റ്റിന്റെ പട്ടാളക്കാർ സമ്മതിക്കത്തില്ല. അവർക്കറിയാം യേശു കല്ലറയിൽ ഇരുന്നു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ലാസർ നാറ്റം വെച്ചു, ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഇതിൻ്റെ ചുറ്റും പട്ടാളക്കാർ നില്ലും. നല്ല വിസ്മയ, നെയ്യാറ്റിൻകര, കാട്ടാക്കട, പാറശാല, ജോൺസൺ ബേക്കറിലെ സാൻഡ്വിച്ചും കൊടുക്കും, ഡാൻസും നടക്കുമെന്ന്. വായിച്ചാട്ട് മോളെ. ഇതെല്ലാം ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് കിടക്കുന്ന കൈവിടപ്പെട്ട സഭ. 1, കർത്തൻ വരവിൽ എടുക്കപ്പെടുന്ന മണവാട്ടി സഭ. 2, കൈവിടപ്പെട്ട സഭ. അവർ പറയും യേശു എവിടെ? ഇവരെവിടെ? കിടക്കുന്ന നാറ്റം വെക്കട്ടെ, അവിടെ സമ്മാനം കൊടുക്കും. അടുത്തതാ എന്റെ പ്രശ്നം. അന്യോന്യ സമ്മാനം കൊടുത്തേക്കുകയും ചെയ്യും. ഇവരെ ഇസ്രായേലിൽ വന്ന് രക്ഷയുടെ സൂചനം പറഞ്ഞ് അവരെ വെട്ടിക്കൊന്നുകൊണ്ട് ആലയത്തിന് ചുറ്റുമുള്ള ജാതികൾ വന്ന് കൈവിടപ്പെട്ടവർ അന്യോന്യ സമ്മാനവും ചാപ്പാടും എല്ലാം കൊടുക്കുക. 3.5 ദിവസം കഴിയുമ്പോൾ ലോകം കാണുന്ന ഒരു സംഭവമാ. അതിനുവേണ്ടിയ 9G ഇന്റർനെറ്റ്. വായിച്ചാട്ട് മോളെ. 3.5 ദിവസം കഴിഞ്ഞ ശേഷം നാറ്റം വെച്ച ശരീരം 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന്. ഉയരത്തിൽ നിന്ന് ജീവശ്വാസം. ആരാ? എത്യോപ്യയുടെ മണ്ണിൽ സാദൃശ്യവും സ്വരൂപവും തേജസ്സും ബഹുമാനം അധികാരം ജീവശ്വാസം. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞ് ആദമിന്റെ മൂക്കിൽ ജീവശ്വാസമോതിയപ്പോൾ ആദം ചലിച്ചതുപോലെ ഉയരത്തിൽ നിന്ന് ജീവശ്വാസം വന്ന് ഈ 2 സാക്ഷികൾ. വായിച്ചാട്ട് മോളെ. അവരെ കണ്ടവർ ഭയപരവശരായി. ഇതെല്ലാം കാണണമെങ്കിൽ മോഡി സാറിന്റെ 6G അല്ല, വരാൻ പോകുന്നു അതിവേഗ ഇന്റർനെറ്റ് 9G. അതോടുകൂടി ലോകം തീരാൻ പോകുന്നു. അവരെ കണ്ടവർ ഭയപരവശരായി. ഇവിടെ കയറി വരുവിനെന്ന്. മോളെ അവിടെ 1 മിനിറ്റ് നിൽക്കട്ടെ. 1 മിനിറ്റ് കടമെടുക്കുക. സമയം 2 മിനിറ്റ് കൂടെ കേട്ടോ. ഞാനേ നമ്മുടെ നെയ്യാറ്റിൻകര പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. IPL ഒരു 45 ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അപ്പം IPA-ക്കാരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. ഞാൻ അവിടെ ചെന്നപ്പം ഗോഡ്സൺ പാസ്റ്ററുണ്ട്, അത് കഴിഞ്ഞ് രാജൻ പാസ്റ്ററുണ്ട്, സുനിൽ പാസ്റ്ററുണ്ട്, വിജയൻ പാസ്റ്ററുണ്ട്. ഇവരെല്ലാം നെയ്യാറ്റിൻകര അവിടെയൊക്കെ. ഞാൻ അവിടെ ചെന്ന ഉടനെ അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു 2 വാക്ക് പറയണമെന്ന്. എനിക്ക് മൈക്ക് കിട്ടായിരിക്കുമല്ലോ, നമുക്ക് മൈക്ക് കിട്ടിയ അന്നേരം പ്രസംഗമല്ലയോ. ഇവിടെ ഞാൻ പറഞ്ഞ് ഈ സഹോദരൻ മരിച്ചോലെ നിങ്ങളും മരിക്കും, നിങ്ങൾക്കൊരു ശവപ്പെട്ടി ആവശ്യമാണ്, രക്ഷയുടെ ടിക്കറ്റ് നേറിയ അക്കരെ ചെല്ലാം, വെളിപ്പാട്. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. ഇത് പറഞ്ഞ് പ്രസംഗം അവസാനിക്കാൻ തുടങ്ങിയപ്പോൾ 45-കാരൻ്റെ ശവം എഴുന്നേറ്റ്. സ്ഥിതി എന്തുവാ? ഗോഡ്സൺ പാസ്റ്റർ ചാലക്കുടി നിൽക്കും, ഞാൻ ചാത്തന്നൂർ നിൽക്കും, രാജൻ പാസ്റ്റർ ചെന്നിയോട് നിൽക്കും. കരം ഉയരുന്നില്ലല്ലോ. സ്വത്രം. അവരെ കണ്ടവർ ഭയപരവശരായി ശവം ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച. അപ്പോൾ ഒരു ശബ്ദം കേൾക്കും. അതാ എന്റെ പ്രസംഗം. ഇവിടെ കയറി വരുവിൻ. അടുത്ത വാക്ക്. ഇവിടെ കയറി വരുവിനെന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കയറി. ഇന്ന് രാത്രി ആ ശബ്ദം 2 സാക്ഷികൾക്ക് വേണ്ടി അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് നാരകത്തിൻ കൂടിയേ ഇവിടെ ഒരു ശബ്ദം മധ്യ ആകാശത്തിൽ മുഴങ്ങും. കരമുയർത്തുന്നവർക്കായി അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹള. ക്രിസ്തുവേ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം
അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ എടുക്കപ്പെടാറായി. ഇന്ന് രാത്രി കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മുടങ്ങാൻ കാലമായി. അവസാന ഭാഗം. അതുകൊണ്ട് ഈ വചനം കേട്ട നാരകത്തിൻ കുഴി, യോഹന്നാൻ 9:4 വാക്യം രാത്രി അവസാനിപ്പിക്കാം. ഒരു കാര്യം പറയാം, നിർത്താം. യോഹന്നാൻ 9:4 ബാക്കി നാളെ വായിച്ചാട്ട് മോളെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. കര ഉയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി മേടയിലൊക്കെ ഇരിക്കുന്ന ഊളിയക്കാർ മാത്രമല്ല, ഈ രാത്രി നിങ്ങളൊരു തീരുമാനമെടുക്കണം. അമ്മാമേ, അച്ചായ, സഹോദര, പഠിക്കുന്ന മോനെ, മോളെ, ഇത് പെന്തിക്കോസിൻ്റെ വിഷയമല്ല. ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയണം. കരമുയരുന്നില്ലല്ലോ. വഴിവക്കിലായാലും ഒരു ട്രാക്സ് കൊടുക്കണം. ആരെങ്കിലും കണ്ടാൽ പറയണം, യേശു രക്ഷകൻ. അതാ പറഞ്ഞ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുവൻ. ആ ദിനത്തെ പറ്റി യേശു പറയുക, ഇസ്രായേലിലും ഇവിടെ നടക്കുന്ന ദിനം. ആ വാക്കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. വായിച്ചിട്ട് മോളെ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടും. ഞാൻ നിർത്താൻ പോവാ. ദാണ്ടേ നമ്മുടെ മൈലക്കര നല്ലൊരു വീട്. ആരെയും കുറ്റം പറയുമല്ലോ. ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൈലക്കരയിൽ നല്ലൊരു വീട്. ആ വീടിൻ്റെ പ്രത്യേകത എന്താ? രണ്ട് നല്ല മുറികൾ, 4 മുറികൾ, കാറ്, കമ്പ്യൂട്ടർ. ചെറുപ്പക്കാരനും പെൺകുട്ടി. ചെറുപ്പക്കാരൻ ഗൾഫിലായിരുന്നു 36, സഹോദരിയും ഗൾഫിലായിരുന്നു 34. അവരിവിടെ വന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. ഇപ്പോൾ ഒരു കറുത്ത കുഞ്ഞിനെ കിട്ടി, 2 വയസ്സുള്ള കറുത്ത കുഞ്ഞ്. അവർക്ക് നല്ല വീട്. ഒരു ദിവസം ഉച്ചയ്ക്ക് അവർ 3 പേരും ഭക്ഷണം കഴിച്ചു. കുഞ്ഞിനെ ചേർത്ത് ബെഡോട് കടത്തി. 3:30 അവർ എഴുന്നേറ്റപ്പോൾ ഒരു സംഭവം നടന്നു. കേൾക്കണോ? അവർ പറഞ്ഞ് തോട്ടത്തിൽ ഇച്ചിരി ചെടിയൊക്കെ ഉണ്ട്, തെങ്ങുണ്ട്, വെള്ളമടിക്കാം. ഹോസും എടുത്ത് അങ്ങ് പോയി. ഇച്ചിരി ദൂരെയുള്ള ഹോസും എടുത്ത് കതവെല്ലാം പൂട്ടി. 15 മിനിറ്റ് വെള്ളമടിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടു. നാട്ടുകാർ, എന്താ ശബ്ദം? പോക. ചെറുപ്പക്കാരനും പെങ്കൊച്ചും ഓടി വന്നപ്പോൾ വീട്ടിന് ചുറ്റും പോക. നാട്ടുകാർ കൂടി നിൽക്കുക. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അകത്ത് കയറുന്നത് ഷോർട്ട് സർക്യൂട്ടാണ്, നിങ്ങൾ മരിക്കും, ഇലക്ട്രിക് ഷോട്ട്. അവർ രണ്ടുപേരുടെ കരയാൻ തുടങ്ങി. അയ്യോ ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തി ഒരു കുഞ്ഞിനെ കിട്ടിയതാ, ഇത് മരിച്ചു പോകാൻ പോകുന്നു. അയ്യോ കരയാൻ തുടങ്ങി. ചെറുപ്പക്കാരെയും കൈ കൊടുത്തു. നമ്മുടെ കുഞ്ഞ് മരിച്ചു കാണിയല. ആരൊക്കെ എന്താ പറഞ്ഞാലും കതവിൻ്റെ അങ്ങോട്ട് പോകും. എന്നിട്ട് നാട്ടുകാർ പുറകോട്ട് വലിക്കുക. അവർ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ആരൊക്കെ തടഞ്ഞാലും ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു കാണിയല്ല. കത്തുന്ന കതകിനെ ചവിട്ടി പൊളിച്ചുകൊണ്ട് അവരെവിടെ പോയി? അകത്തേക്ക് ഓടിപ്പോയി. അല്പം പൊള്ളലുള്ള കുഞ്ഞുണ്ട്, പടപട വാരിയെടുത്തു. ചെറുപ്പക്കാരും കൂടെ മുറ്റത്ത് ചാടി. എന്നിട്ട് അവർ കൈ ഉയർത്തി പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, വിഷയമില്ല. ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ പാലക്കളത്തെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവൻ ലോകത്തെ സ്നേഹിച്ചെങ്കിൽ ആട്ടുംകുട്ടിயின் വിലയേറിയ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറ്. ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവത്തേക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ തന്റെ മക്കളെ കോരിയെടുത്ത് നിത്യതയിൽ കൊണ്ടുപോവാൻ എൻ്റെ യേശു വരാറായി. സഹോദരി, ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവദാസൻ പറഞ്ഞ പോലെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്ത്, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ അത് ദൈവശക്തിയാകുന്നു. ഈ രാത്രി അവസാനിപ്പിക്കാൻ പോവാ. പഴയ നിയമത്തിൽ 2 വിധ ആൾക്കാരുണ്ടായിരുന്നു. ശൗലിന്റെ മകന്റെ പേരാ യോനാഥാൻ. നിർത്താൻ പോവുക. പാടുന്ന കുഞ്ഞുങ്ങൾ റെഡിയായിക്കോ. ശൗലിന്റെ മകനായിരുന്നു യോനാഥാൻ നല്ല കൊച്ചായിരുന്നു. അപ്പന്റെ പാരമ്പര്യത്തിൽ അവൻ നിന്നത്. അവസാനം എവിടെ പോയി? ഗിൽബോറ പർവ്വതം നിര. ആ കൊച്ചൊരു കുഴപ്പവും ചെയ്തില്ല. പാരമ്പര്യത്തിൽ നിന്ന് അവൻ ശത്രുവിൻ്റെ കുന്തം കൊണ്ട് അവൻ വീണു. ശൗലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ചില പാസ്റ്റർമാരാണൊക്കെ വഴിയെ പോകുന്നവനെ മൊത്തം പോസ്റ്റ് ഇടിയില്ലായിരുന്നു. സ്വത്രം വേറെ ഈ CSIയിലോ മറ്റ് സഭയിലോ ഒന്നുമില്ല. ജോൺ പാസ്റ്റർ നമ്മുടെ പെന്തിക്കോസിൽ ചില പോസ്റ്റ് ഇടുന്നവന്മാരുണ്ട്. സ്വത്രം പ്രസംഗിക്കുന്നവന് പോസ്റ്റ്, ലീഡറിന് പോസ്റ്റ്. എന്നാൽ യവനൊട്ട് പ്രസംഗിക്കത്തുമില്ല, യവനൊട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. അങ്ങനെ ഒരുത്തനായിരുന്നു ശൗൽ. ദാവീദിനെതിരെ എന്നും ഫേസ്ബുക്കിലും യൂട്യൂബിലും ട്വിറ്ററിലും വഴിയിലും പോസ്റ്റായിരുന്നു. സ്വത്രം. അപ്പോൾ ദാവീദ് സ്വർഗത്തോട് ഞങ്ങളുടെ ഉപദേശാര ഭാഷ പറഞ്ഞ്, കർത്താവ് ഒന്ന് കൊടുത്താലോ? സ്വർഗം പറഞ്ഞ് നീ മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. സ്വത്രം. സ്വർഗം പറഞ്ഞ് അവൻ ഇങ്ങനെ കത്തി മിനുക്കിക്കൊണ്ടിരിക്കട്ടെ, ഞാൻ റെഡിയാക്കാന്ന്. അവ അവസാനം ഗിൽബോറായി പോയി. ശത്രുവിൻ്റെ കയ്യിലല്ല, അഭിഷിക്തനെതിരെ പോസ്റ്റ് ഇട്ടവൻ്റെ കത്തി അവരുടെ നെഞ്ചത്ത് കയറി കളഞ്ഞു. സ്വത്രം. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? ദൈവ വഴി വിട്ടു പോയപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷാവിധി. എൻ്റെ പ്രസംഗമല്ല, നിർത്താൻ പോവാ. ബാക്കി നാളെ. ഇന്ന് രാത്രി കേട്ടോണേ,
അവിടെ യോനാഥാൻ പോയി. എന്നാൽ പള്ളിക്കെതിരെ പോരാട്ടവുമായി 3 പേർ എഴുന്നേറ്റു. ദാദാൻ, അബീരാം, കോരഹ്. കുഞ്ഞുങ്ങൾ പറഞ്ഞു, പപ്പാ അത് ദൈവാലയമാ, പാസ്റ്റാരോ ആയിക്കോട്ടെ പട്ടക്കാരനാരോ ആയിക്കോട്ടെ മത്സരിക്കല്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു മിണ്ടരുതെന്ന്. അവസാനം എന്തോ ഇത്, കുഞ്ഞുങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് മാറി. കുഞ്ഞുങ്ങൾ മാറി. ദാദാനും അബീരാമും കോരഹും ദൈവസഭയ്ക്കെതിരെ പോരാട്ടം നിന്നു. അവരെ എന്തോ ഇത്, ഭൂമി പിളർന്ന് നെടുകെ വിഴുങ്ങിക്കളഞ്ഞു. യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവേ, യഹോവ നിങ്ങൾക്കെതിരെ നിന്നാൽ വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല, നിങ്ങളെ കീറിക്കളയും. ആ കൊച്ചുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നാരകത്തും കൂടി IPA കയറിയില്ലേലും വേണ്ടിയല്ല, പൂടനാട് സഭയെ കയറിയില്ലേലും വേണ്ടിയല്ല, മൈലക്കര TPMന്റെ മുമ്പിൽ ചെന്നില്ലേലും വേണ്ടിയല്ല, വാതൊക്കെ നിന്ന് ഒരു ഹല്ലേലൂയ പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കരമുയർത്തുന്നവർക്കായി അതാ കോരഹിൻ്റെ പുത്രന്മാർ അവരാ തീരുമാനമെടുത്തപ്പോൾ അവർക്ക് സങ്കീർത്തനം എഴുതുവാൻ ദൈവം കൃപ കൊടുത്തെങ്കിൽ ഈ സത്യവചനം കേട്ട് പാരമ്പര്യത്തിൻ്റെ അടിത്തട്ടിൽ കടന്ന് നിത്യത കരസ്ഥമാക്കാതെ വഴിയിൽ വെച്ച് പട്ടുപോകാതെ ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കോരഹിൻ്റെ മക്കളെ ബലപ്പെടുത്തിയ പോലെ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി കാനാവിലൊരു കല്യാണ വീടുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താ? ചൊവ്വാഴ്ച നിർത്താൻ പോവുക. ഏവരും കേൾക്കണം, ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചു. ചൊവ്വാഴ്ച കൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുക. അവിടെ പ്രശ്നമുണ്ടായി, വീഞ്ഞ് തീർന്നു പോയി. യേശു ഉള്ള വീട്ടിലും പ്രശ്നമുണ്ട്, യേശു ഉള്ള പടകിലും പ്രശ്നമുണ്ട്. പക്ഷെ ഒരു കാര്യം ആ വീട്ടുകാർ ഒരു കാര്യം ചെയ്തു. 1, പ്രശ്നം യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തു. 2, അവൻ എന്തെങ്കിലും ചെയ്താൽ കൽപ്പിച്ചാൽ അത് ചെയ്യുവേൻ. 3, യേശുവിനെ അഡ്വാൻസായി അവർ ക്ഷണിച്ചു. ഈ കൺവെൻഷനകത്ത് നിങ്ങളുടെ മതമോ ജാതിയോ ഒന്നും എൻ്റെ കർത്താവിന് ആവശ്യമില്ല. മകനെ മകളെ, നാളെയും കൂടെ യോഗം, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ 1, യേശുവിനെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാം. 2, പ്രശ്നം അവൻ്റെ കയ്യിൽ കൊടുക്കുക. 3, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവേൻ. കരമുയർത്തുന്നവർക്കായി നിന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം തരുക എൻ്റെ യേശു വിശ്വസൻ. ഇന്ന് രാത്രിയും ഒരിക്കൽ കൂടി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, ശ്രോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട, നെഞ്ചത്ത് കൈവച്ച് യേശു രക്ഷകൻ എന്ന് പറയുവാൻ ഇന്ന് രാത്രി റോബോട്ടിൻ്റെ പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് വരും. അതിനു മുമ്പ് നാഥൻ്റെ പൊന്മുഖം, അതിന് ബ്ലൂ ബ്രെയിൻ കിട്ടും. അതിനു മുമ്പ് ഒരു സംഭവം നടക്കും. പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചവരെ ചേർക്കാൻ യേശു വരും. അതിനുശേഷം യെരുശലേമിന്റെ ആലയത്തിൽ റോബോട്ടിനെ വെക്കും. മക്കളെ, അത് വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം, വണങ്ങാത്ത യഹൂദന്റെ കഴുത്തറക്കും. ആ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ ചേർക്കുവാൻ കാന്തൻ വരും. യെരുശലേമിന്റെ തെരുവീതിയിൽ അവരുടെ ജഡം 3.5 ദിവസം കിടക്കും. അവർക്ക് വേണ്ടി ഒരു ശബ്ദം മുഴങ്ങും. ആ ശബ്ദം മുഴങ്ങുന്നതിന് 3.5 കൊല്ലം മുമ്പ് കാന്തന്റെ കാഹളം മധ്യാകാശത്തിൽ മുടങ്ങും. ഇസ്രായേലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.